ക്ഷേത്രങ്ങളിൽ ഉടുപ്പ് ധരിച്ച പ്രവേശനം സംബന്ധിച്ചാണ് സ്വാമി സച്ചിദാനന്ദയെ പിന്തുണച്ച് മുഖ്യമന്ത്രി. അപ്പോൾ അവരെല്ലാം കൂടെ തീരുമാനിച്ചു. പിന്നെ അതിൽ ചിലർ ഇങ്ങനെ കേട്ടതായി പറയുന്നു. നമ്പൂരിയാണോ എന്ന് തിരിച്ചറിയാനാണ് ഈ ഭൂമിയിടുന്നത് എന്ന് പറഞ്ഞു. ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ക്രൈസ്തവ മതക്കാരുണ്ട്. അവരുടെ ആചാരമനുസരിച്ച് ഇന്നത്തെ കാലത്തിന് പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ഇല്ലേ? പക്ഷെ അത് അവരുടെ ആചാരം അനുസരിച്ചുള്ളതാണ്. മുസ്ലിം സമുദായങ്ങൾക്കുണ്ട്. വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെ ഓരോ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ ഒന്നും ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? പരിഷ്കാരം സംബന്ധിച്ച് അഭിപ്രായം പറയുവാൻ ശ്രീനാരായണ ഗുരുവിന്റെ അനുയായി എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ള ധാർമ്മികമായ ചുമതലയുണ്ട്, കടമയുണ്ട്, കടപ്പാട്. സുകുമാരൻ നായരെ പോലെയുള്ള കുറേ ആളുകള് ഇപ്പോഴിത് അംഗീകരിക്കുന്നില്ല. അവര് 100 വർഷം പുറകോട്ടാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ സുകുമാരൻ നായരെക്കാൾ കൂടുതൽ അഭിപ്രായ പ്രകടനം നടത്താനുള്ള ധാർമ്മികമായ ചുമതല എനിക്കുണ്ട് എന്ന് സുകുമാരൻ നായർ ധരിച്ചാൽ കൊള്ളാം. മന്നം തുറന്നു കൊടുത്ത ക്ഷേത്രത്തിൽ ഉടുപ്പിട്ടു ഇട്ടാതെയും കയറുന്നുണ്ട്. അപ്പൊ സുകുമാരൻ നായർ പറയുന്നത് മന്നത്തിന്റെ അഭിപ്രായത്തിന് വിപരീതമായിട്ടാണ്. നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സനാതന ധർമ്മ പരാമർശത്തെ ദേശീയ തലത്തിൽ BJP ചർച്ചയാക്കുകയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ തള്ളിപ്പറയുകയും ചെയ്തതിന് പിന്നാലെ മുഖ്യമന്ത്രിക്കും ശിവഗിരിക്കും എതിരെ പരസ്യപ്പോരിന് ഇറങ്ങിയിരിക്കുകയാണ് NSS. ഷർട്ട് പരാമർശത്തിൽ ആണ് ശിവഗിരി മഠത്തിനും മുഖ്യമന്ത്രിക്കും എതിരെ G. സുകുമാരൻ നായരുടെ നീക്കം. ആചാരങ്ങളിൽ കൈകടത്തരുത് എന്നും ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമാണ് എന്നും അത് സർക്കാരിന് തിരുത്താനാകില്ല എന്നും സുകുമാരൻ നായർ പറയുന്നു. ഹിന്ദുവിന്റെ പുറത്ത് മാത്രമേ ഇത്തരം വ്യാഖ്യാനങ്ങൾ ഉള്ളൂ. ക്രിസ്ത്യാനികൾക്കും മുസ്ലിം വിഭാഗത്തിനും അവരവരുടേതായ ആചാരങ്ങൾ ഉണ്ട്. എല്ലാ ക്ഷേത്രങ്ങൾക്കും അതിൻ്റെ ആചാരങ്ങളുണ്ട്. ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് പോകാൻ സാധിക്കണം. ഉടുപ്പിടാത്ത ക്ഷേത്രങ്ങളിൽ അങ്ങനെ തന്നെ പോകണം. ഹിന്ദുവിൻ്റെ നേരെ എല്ലാം അടിച്ചേൽപ്പിക്കാമെന്ന തോന്നൽ, പിടിവാശി അംഗീകരിക്കാനാവില്ല എന്നും G. സുകുമാരൻ നായർ പറയുന്നു. മതാചാരങ്ങളിൽ സർക്കാരിനും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും അഭിപ്രായം പറയാൻ പാടില്ല. മറ്റു മതാചാരങ്ങളിൽ അഭിപ്രായം പറയാറില്ല. സുകുമാരൻ നായരുടെ പരാമർശം സാമൂഹിക തർക്കത്തിന്, സാമുദായിക തർക്കത്തിനും വഴിവെക്കുമോ? ആചാരങ്ങൾ ആരാണ് തിരുത്തേണ്ടത്? പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ശ്രീ ഷാബു പ്രസാദ് വലത് നിരീക്ഷകൻ, സാമൂഹ്യ നിരീക്ഷകരായ ശ്രീജിത്ത് പണിക്കർ, ഒപ്പം സണ്ണിയം കബിക്കാട് എന്നിവർ ആണ്. ആദ്യം ശ്രീ ഷാബു പ്രസാദ്, കഴിഞ്ഞ ദിവസം ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം പറഞ്ഞത് പല ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിലും ഷർട്ട് ഇടാതെ പ്രവേശിപ്പിക്കുന്ന ഒരു ശീലം ഇപ്പോഴുണ്ട്. അത് ശരിയല്ല, അത് തിരുത്തപ്പെടേണ്ടതാണ്. ഷർട്ട് ഇട്ടുകൊണ്ട് പ്രവേശിക്കണം. അത്തരത്തിലുള്ള മാറ്റം കാലഘട്ടത്തിന് ആവശ്യമാണ് എന്ന് പറയുന്നു. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ മുഖ്യമന്ത്രി പറയുന്നു ഇത് കൃത്യമായൊരു സാമൂഹിക ഇടപെടൽ ആണ്. ഒരുപക്ഷെ വരും കാലങ്ങളിൽ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടായേക്കാം എന്നുള്ളതാണ്. അതൊരു അഭിപ്രായ പ്രകടനം എന്ന നിലയിൽ തന്നെയാണ് കേൾക്കുമ്പോൾ സാധാരണക്കാർക്കായ ആളുകൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്. പക്ഷേ സുകുമാരൻ നായർ പറയുന്നത് ഇത് ഒരു തരത്തിലുള്ള ഇടപെടൽ ആണ്, ഹൈന്ദവ സമൂഹത്തിന്മേലുള്ള തിരുത്തൽ ആണ് എന്നുള്ളതാണ്. അങ്ങനെ തിരുത്തുന്ന പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ശിവഗിരിയുടെ ഭാഗത്ത് നിന്നോ ഉണ്ടായി എന്ന് നമുക്ക് നിരീക്ഷിക്കാനാകുമോ? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഷർട്ടിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കേരളത്തില് ഷർട്ട് ധരിക്കാതെ, ഷർട്ട് അല്ലെങ്കിൽ ഷർട്ട്, ബനിയൻ, പാന്റ് എന്നിവ ധരിക്കാതെ പ്രവേശിക്കണം എന്ന്, അങ്ങനെ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് കർശനമായി വ്യവസ്ഥയുള്ള ക്ഷേത്രങ്ങൾ പ്രധാനമായും കേരള സർക്കാർ ഭരിക്കുന്ന
അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായിട്ടും മാറന്മുള, ചെങ്ങന്നൂര്, ഗുരുവായൂര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെയാണ് ജന്മബ്രാഹ്മണർ തന്നെ മാത്രമേ ശാന്തിക്കാരായി അപേക്ഷിക്കേണ്ടതുള്ളൂ എന്ന കർശനമായ നിയമമുള്ളതും ഇവിടെ തന്നെയാണ്. അതായത് കേരള സർക്കാർ ഭരിക്കുന്ന ക്ഷേത്രങ്ങളിൽ തന്നെയാണ്, സർക്കാർ ഭരിക്കുന്ന ക്ഷേത്രം. എന്നാലേ ഇപ്പം നിങ്ങളുടെ അറിവിലേക്കായി പറയാം, ചിലപ്പോൾ അറിയാമായിരിക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും. ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്ത് ഭരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്, ക്ഷേത്ര സംരക്ഷണ സമിതി നടത്തുന്ന ക്ഷേത്രങ്ങളും ഉണ്ട്. ഇവരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ സോക്കോൾഡ് ഹിന്ദു ഫനാറ്റിക് ഫാസിസ്റ്റുകളാണല്ലോ ഇവരൊക്കെ. എറണാകുളത്ത് പാവക്കുളം ശിവക്ഷേത്രം വളരെ വിഖ്യാതമായ ക്ഷേത്രമാണ്. എറണാകുളത്തെ കലൂരുള്ള പാവക്കുളം ക്ഷേത്രം നല്ല സാങ്ക്ടിറ്റി ഉള്ള അപാര ചൈതന്യമുള്ള ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ പാൻറിട്ട് കയറാം, പാൻറ്റും ഷർട്ടും ബനിയനും എല്ലാം ഇട്ട് അവിടെ കയറാം കാലാകാലങ്ങളായി. അതേപോലെ ഇവിടെ കോഴിക്കോട് എന്റെ വീടിനടുത്തുള്ള നെല്ലിക്കോട് വിഷ്ണു ക്ഷേത്രം, എനിക്കറിയാവുന്ന 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ. അല്ല, അതിൽ ശബരിമലയും കൂടി പറഞ്ഞു പോകണ്ടേ? ഒരു പക്ഷേ ഇന്ത്യ മുഴുവൻ പ്രശസ്തമായ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ശബരിമലയാണല്ലോ. അല്ല, ഞാനതല്ല പറഞ്ഞേ, ഈ ആചാരങ്ങൾ നിലനിൽക്കുന്ന ഇപ്പൊ ശബരിമലയിലെ ആചാരം വേറെ, മറ്റിടത്തെ ആചാരം വേറെ, അവിടുത്തെ ആചാരം വേറെ, ഇവിടുത്തെ ആചാരം വേറെ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വാദത്തിന് വേണ്ടിയിട്ടെങ്കിലും അങ്ങനെ സമ്മതിക്കാം. ഇതല്ല, ഇവിടെ അങ്ങനെ മാറ്റിയതാണ്. ഇപ്പൊ പറഞ്ഞു ഈ നെല്ലിക്കോട് വിഷ്ണു ക്ഷേത്രത്തില് ഈ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് വരെ അങ്ങനെ പറ്റില്ലായിരുന്നു. പാൻറിട്ട് കയറാൻ പറ്റില്ലായിരുന്നു, ഷർട്ടിട്ട് കയറാൻ പറ്റില്ലായിരുന്നു. അത് മാറ്റിയതാണ്. ഇപ്പൊ ശബരിമലയിൽ അങ്ങനത്തെ സിസ്റ്റം ഇല്ല, ശരി, അങ്ങനെ ഫോളോ ചെയ്ത് വരുന്ന സിസ്റ്റം, അങ്ങനെയെങ്കിലും നമുക്ക് പറയാം. അതായത് ഇവരൊക്കെ ഈ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ പുതിയതല്ല, ഇവിടെ പുതിയതല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്, നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഹിന്ദു സമൂഹത്തിന്റെ ഉള്ളിൽ ഹിന്ദു സമൂഹത്തിന് തന്നെ അങ്ങനെ ഒരു വൈബ്രൻസി ഉണ്ട്, ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു വൈബ്രൻസി ഉണ്ട്, ചേഞ്ചിന് വേണ്ടിയിട്ടുള്ളത്. കാലാകാലങ്ങളിൽ ഓരോ സമയത്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള അതാത് കാലത്ത് അങ്ങനെയുള്ള ആചാര പരിഷ്കരണങ്ങൾ ഹിന്ദു സമൂഹത്തിൽ ഏറ്റവും അധികം നടന്നിട്ടുണ്ട്. നമുക്കറിയാം, ക്ഷേത്രപ്രവേശന വിളംബരം അങ്ങനെ നടന്നതാണ്. അതിനുശേഷം എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാം എന്നുള്ളത്. അതുപോലെ തന്നെ കാലത്തിനനുസരിച്ച് മാറ്റേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അത് ആരാണ് അതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ടത്? ആരാണത് ചെയ്യേണ്ടത്? അതെവിടെയാണ് അതിന്റെ സംവാദം നടക്കേണ്ടത്? ക്ഷേത്രങ്ങളിൽ ഈ വിശ്വാസമില്ലാത്ത, ക്ഷേത്രങ്ങളിലോ ആചാരങ്ങളിലോ ഒന്നും വിശ്വാസമില്ലാത്ത, ക്ഷേത്രങ്ങള് വെട്ടുനിരത്തി കപ്പ നടണമെന്ന് പറയുന്നവരാണോ ക്ഷേത്രങ്ങളെ പറ്റി അഭിപ്രായം പറയേണ്ടത് എന്നുള്ളിടത്താണ് ഇവിടെ ചോദ്യം വരുന്നത്. അവരല്ല അഭിപ്രായം പറയേണ്ടത്. ഇതിന്റെ സംവാദം നടക്കേണ്ടത്, വാദപ്രതിവാദങ്ങൾ നടക്കേണ്ടത്, തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞു വരേണ്ടത് ഏത് സമൂഹത്തിനാണോ മാറ്റങ്ങൾ ആവശ്യമുള്ള ആ സമൂഹത്തിന്റെ ഉള്ളിലാണ്. ആ സമൂഹത്തിന്റെ ഉള്ളിൽ സംവാദങ്ങൾ നടക്കുന്നതിന്റെ അകത്ത് ഒരു പ്രശ്നവുമില്ല. സ്വാമി സച്ചിദാനന്ദ അങ്ങനെ അഭിപ്രായം പറഞ്ഞു, സുകുമാരൻ നായർ മറ്റൊരു അഭിപ്രായം പറയുന്നു. ശരി, അവിടെയാണ് എന്റെയും സംശയം ഉണ്ടാകുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. ഒരു പക്ഷേ ഇടത് രാഷ്ട്രീയം, CPIM രാഷ്ട്രീയമാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്. അത് ഭൗതിക പ്രത്യയശാസ്ത്രത്തിൽ അടിത്തറ ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പക്ഷേ അവിടെയും ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വിശ്വാസികൾ ആയിട്ടുള്ള നിരവധി കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് നമുക്കറിയാം. പല ക്ഷേത്രങ്ങളും അത്തരം നിയന്ത്രണത്തിലാണ് എന്ന് പറയാം. ഇവിടെ അങ്ങനെയൊരു രാഷ്ട്രീയ പാർട്ടിയെയോ സർക്കാരിനെയോ മാത്രമല്ല സുകുമാരൻ നായർ എതിർത്തത്, ശിവഗിരിയും തീരുമാനിക്കേണ്ട എന്നാണ് പറയുന്നത്. ശിവഗിരിയുടെ പ്രാധാന്യം, കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രാധാന്യം, അതിനുശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കീഴ്ജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്രാചാരങ്ങളിൽ, ക്ഷേത്രപൂജകളിലൊക്കെ വ്യാപൃതരാകുന്ന സാഹചര്യം. അപ്പോൾ ഈ മാറ്റം എന്ന് പറയുമ്പോൾ ഹൈന്ദവ വിഭാഗത്തിൽപ്പെടുന്ന വലിയൊരു മെജോറിറ്റി ആളുകൾ ഈ ശ്രീനാരായണീയരായിട്ടുമുണ്ടല്ലോ ശ്രീ ഷാബു പ്രസാദ്. തീർച്ചയായിട്ടും ഞാൻ അതിലേക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പം സുകുമാരൻ നായരായാലും സ്വാമി സച്ചിദാനന്ദയായാലും സമഗ്രമായ ഒരു ഹിന്ദു സമൂഹം എല്ലാ ജാതികളെയും ഇവിടെയുള്ള എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു സമഗ്രതയോടുകൂടിയാണോ ഇവരൊക്കെ നിലകൊള്ളുന്നത്? ഇവരൊക്കെ എന്താണ് അതിന് നിലപാടുകൾ എടുക്കുന്നത്? ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആണെന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഒരു സംഭവം, എൻ്റെ ഒരു അനുഭവം പറയാം. 2 കൊല്ലം മുമ്പ് ആലപ്പുഴ നടന്ന ഒരു പുസ്തക പ്രകാശനം.
ഞാനും പങ്കെടുത്തിരുന്നു. സ്വാമി സച്ചിദാനന്ദയായിരുന്നു അതിൻ്റെ അകത്ത് മുഖ്യ പ്രഭാഷകൻ. സ്വാമി സച്ചിദാനന്ദയുടെ ഒരു അഭിപ്രായം അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ്, 1-2 പതിറ്റാണ്ട് മുമ്പെന്നൊക്കെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്, ഇവിടെ സാമൂഹ്യ നവോത്ഥാന നായകരുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അതിൽ ഗുരുദേവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അതിൻ്റെ അകത്ത് അയ്യാ വൈകുണ്ഠസ്വാമികളുണ്ട്, ചട്ടമ്പി സ്വാമികളുണ്ട്, VT ഭട്ടതിരിപ്പാടുണ്ട്. അങ്ങനെ ഒരുപാട് പേരിൽ ഒരാൾ മാത്രമായി ഗുരുദേവനെ പലരും ഒതുക്കുകയാണ് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഈ സ്വാമി സച്ചിദാനന്ദയുടെ വായിൽ നിന്ന് ഞാൻ നേരിട്ട് കേട്ടതാണ്. ഞാനും കൂടി ഇരുന്ന വേദിയിലാണ്. ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതൊരു ശരിയായ ആരോഗ്യകരമായ നിലപാടല്ല. അതായത് ഗുരുദേവനെ മാത്രം ഐക്കണൈസ് ചെയ്തുകൊണ്ട്, ഗുരുദേവനെ മാത്രം അങ്ങനെ ഒരു മഹത്വവൽക്കരിച്ചുകൊണ്ട്, ഇത് മാത്രമാണ് അങ്ങനെ ഒരു സെക്ട് രൂപീകരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്, ഒരു സെക്റ്റായി മാറാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതൊരിക്കലും ഒരു ഹിന്ദു സമാജം എന്നുള്ള സമഗ്ര സങ്കല്പത്തിന് ഒരിക്കലും, ആ സമഗ്ര ധാരണയ്ക്ക് ഒരിക്കലും അനുയോജ്യമല്ല. അതുപോലെ തന്നെയാണ് സുകുമാരൻ നായരും. ഇപ്പം ഒരു കാര്യം വെക്കണം, മന്നത്ത് പത്മനാഭൻ, മഹാനായ മന്നത്ത് പത്മനാഭൻ ശരിക്കും ആ ഹിന്ദു സമൂഹത്തിനെ മുഴുവനും അഡ്രസ് ചെയ്യുക. അദ്ദേഹം ആദ്യം ചെയ്തത് തന്റെ പേരിൽ നിന്ന് ജാതി പേരെടുത്ത് കളയുകയാണ് ചെയ്തത്. ചങ്ങനാശ്ശേരി NSS കോളേജിന്റെ പേര് അദ്ദേഹം വിട്ടത് ഇന്നും നിലനിൽക്കുന്ന പേര് ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജ് എന്നാണ്. പക്ഷേ പിന്നീട് വന്ന NSSന്റെ നേതൃത്വം, പ്രത്യേകിച്ച് ഇപ്പൊ സുകുമാരൻ നായർ, അവർക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നായർ ഇത് മാത്രം അദ്ദേഹം പറഞ്ഞതാണ്. ഞാനും പണ്ട് ദണ്ഡ പിടിച്ച RSSന്റെ അകത്ത് പോയിട്ടുള്ളതാണ്. പക്ഷെ അവർക്ക് ജാതിയില്ല, എനിക്ക് ജാതിയുണ്ട്, ഞാൻ നായരാണ്, അവിടെ നായരും നമ്പൂരിയും ഒന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിത് വിട്ടുപോകുന്നത്. അങ്ങനെ നിലപാടുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ ഹിന്ദു സമൂഹത്തെ സമഗ്രമായി കാണാൻ കഴിയും? അതുകൊണ്ട് തന്നെ ഹിന്ദു സമൂഹത്തിനെ മുഴുവൻ ബാധിക്കുന്ന ആ വിഷയങ്ങളിൽ ഇവർക്ക് ശരിയായ രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പ്രസ്താവനകളിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയിക്കുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീജിത്ത് പണിക്കർ, എന്തായാലും ഷാബു പ്രസാദ് പറഞ്ഞു വെക്കുമ്പോൾ അതിൽ എനിക്കുണ്ടാകുന്ന സംശയങ്ങളുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയം എന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടാകുന്ന ചർച്ച, അവിടെ പ്രധാനപ്പെട്ട ചർച്ച എനിക്ക് തോന്നുന്നു സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയിരുന്ന ചർച്ചയായിരുന്നു. ഇന്നലെ പ്രധാനമായും കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും അതോടൊപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകരും ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരും ഒക്കെ കൂടുതൽ ചർച്ച ചെയ്തത്, പ്രത്യേകിച്ച് സനാതനധർമ്മത്തെ അദ്ദേഹം തള്ളിപ്പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. സനാതനധർമ്മം എന്നതൊരു ബ്രാഹ്മണിക്കൽ മെജോറിറ്റിയുള്ള ധർമ്മമാണ് എന്ന് പറയുന്നു. അത് കൂടുതൽ വർഗീയ സ്വഭാവമുള്ള ഒന്നാണ് എന്ന് പറയുന്നു. അത്തരത്തിലുള്ള പരാമർശം നടത്തുന്നു. അതോടൊപ്പം തന്നെയാണ് സ്വാമി സച്ചിദാനന്ദയുടെ പരാമർശത്തെ അദ്ദേഹം പിന്തുണയ്ക്കുകയും ചെയ്യുന്നത്. അതേസമയം ഇന്ന് അത് മാറുന്നു. സുകുമാരൻ നായർ നേരെ ശിവഗിരിക്ക് നേരെ വിമർശനം ഉന്നയിക്കുന്നു, മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനം ഉന്നയിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ചടങ്ങിൽ പറയേണ്ട വാക്കുകൾ, ആവശ്യമുള്ള വാക്കുകളായിരുന്നോ സുകുമാരൻ നായർ പ്രയോഗിച്ചത്? ശ്രീജിത്ത് പണിക്കർ, താങ്കളൊന്ന് മ്യൂട്ട് മാറ്റി സംസാരിക്കാമോ? മ്യൂട്ട്, താങ്കൾ പറയുന്നത് കേൾക്കുന്നില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. മ്യൂട്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീ സണ്ണി കബിക്കാട്, ഇവിടെ നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിനെ പോലെ സാമൂഹികമായൊരു പരിഷ്കരണത്തോടൊപ്പം തന്നെ എന്നാൽ സനാതനധർമ്മത്തെ അദ്ദേഹം പൂർണ്ണമായും തള്ളിപ്പറഞ്ഞോ എന്നതിൽ എനിക്ക് കൃത്യമായ അറിവില്ല. അദ്ദേഹവും ഈശ്വര ചിന്തയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ പലതും പരിശോധിച്ചാലൊക്കെ അത് ആരംഭിക്കുന്നത് പോലും ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ എന്ന നിലയിലൊക്കെയാണ്. അപ്പോൾ ആത്മീയതയിലോ അല്ലെങ്കിൽ ദൈവീകതയിലോ ഒന്നും ശ്രീനാരായണ ഗുരുവിന് എതിർപ്പോ വിയോജിപ്പോ ഉണ്ടായിരുന്നു എന്ന് കാക്കാൻ സാധിക്കില്ല. അദ്ദേഹം ജാതി ചിന്തകളും മതചിന്തകളും ഒക്കെ എതിർത്തിട്ടുണ്ട്. അത് വസ്തുതയായി നിലനിൽക്കുമ്പോൾ തന്നെ മാറ്റങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പോരാടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വീണ്ടും അങ്ങനെ ശ്രീനാരായണ ഗുരു തന്നെ വിഭാവനം ചെയ്ത ഒരു തീർത്ഥാടന സംഗമത്തിൽ നിന്ന് വന്ന അഭിപ്രായം പൊതുസമൂഹത്തിൽ ചർച്ചയാകുമ്പോൾ അതിന് വലിയ വിയോജിപ്പുമായി NSS രംഗത്ത് വരുന്നു, സുകുമാരൻ നായർ രംഗത്ത് വന്നിരിക്കുന്നു. ആ നിരീക്ഷണത്തെ, ആ വിയോജിപ്പിനെ താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്?
ആ, ഇതൊരു വലിയ വിവാദമാക്കേണ്ടതായ എന്തെങ്കിലും കാര്യം സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉം. പിണറായി വിജയൻ, കേരളത്തിലെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ വാക്കുകളെ പിന്തുണച്ചതിലോ ഈ സനാതന ധർമ്മം പോലുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞതിലോ പുതിയതായിട്ടൊന്നും തന്നെ ഇല്ല. ഉം. അത് ദീർഘകാലമായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സംവാദമാണ്. ഉം. അപ്പൊ ഇപ്പോഴും ഈ പറയുന്ന ആചാരങ്ങളെ പുണർന്നു നിൽക്കുന്നവരും ഈ പറയുന്ന സനാതന ധർമ്മമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സങ്കല്പം എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഇന്ത്യക്കകത്തുണ്ട്. അവരെപ്പോഴും ഇത് വിവാദമാക്കിക്കൊണ്ടിരിക്കും. ഉം. എനിക്ക് അവരോട് ഇപ്പോ ഷാബു പ്രസാദ് പറയുന്ന പോലെ ഒരു ഹിന്ദു സമാജം ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ അവർ. ഏത് ഹിന്ദു സമാജത്തിന്റെ കാര്യമാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഹിന്ദു തത്വശാസ്ത്രം പിൻപറ്റുന്ന, ഇന്ത്യയിലെ ആസ്തിക തത്വചിന്ത കൈപ്പറ്റുന്ന, അത് പിൻപറ്റുന്ന സാമൂഹിക ദർശനവും രാഷ്ട്രദർശനവും കോടിക്കണക്കിന് മനുഷ്യരെ പുറന്തള്ളുന്നതാണ്. അവരെ തിരിച്ചെടുക്കുന്ന ഒരു കുറ്റമൊന്നുമല്ല. പക്ഷെ ആ തത്വചിന്തയിൽ നിങ്ങൾ എന്ത് മാറ്റം വരുത്തി എന്ന് പറയണം. എന്ത് മാറ്റം, ഈ ധർമ്മബോധത്തിൽ എന്ത് മാറ്റം വരുത്തിക്കൊണ്ടാണ് ഈ എല്ലാവരെയും പ്രവേശിപ്പിക്കുന്നത് വലിയ വിപ്ലവമാണ് നിങ്ങൾ പറയുന്നത്? അതാണ് ചോദ്യം. അപ്പൊ ഈ അടുത്ത കാലത്ത് മാത്രം ഒരു പൊളിറ്റിക്കൽ പ്രാക്ടീസിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഈ ഏകീകൃത ഹിന്ദു എന്ന ഒരു സങ്കല്പത്തെ മുൻനിർത്തി അല്ല ഇത് പരിശോധിക്കേണ്ടത്. മറിച്ച് ഇവിടെ പ്രോബ്ലം സച്ചിദാനന്ദ സ്വാമികൾക്ക് അത് പറയാൻ അവകാശമുണ്ടോ? ഇതാണ് സുകുമാരൻ നായർ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ വളരെ കൃത്യമായൊരു വിഭജനം നമുക്ക് ആ ഡിസ്കഷനിൽ കാണാൻ പറ്റും. ഒന്ന്, ശ്രീനാരായണ ഗുരുവിന്റെ അനുയായിയായിട്ടുള്ള സച്ചിദാനന്ദ സ്വാമി ആചാരങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണം എന്ന് പറയുന്നു. ഇത് ഗുരുവിന്റെ അഭിപ്രായം. അത് സച്ചിദാനന്ദ സ്വാമിയുടെ അഭിപ്രായമല്ല. പല ആചാരങ്ങളും മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആചാരങ്ങൾ മാറ്റണോ വേണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട തർക്ക വിഷയം. അതിന് സുകുമാരൻ നായർ രംഗത്ത് വരുന്നു. അങ്ങനെ ഹിന്ദു സമൂഹത്തെ ആചാരങ്ങൾ മാറ്റി ഹിന്ദു സമൂഹത്തെ തകർക്കാൻ ശ്രമിക്കും. അപ്പൊ ഷാബു പ്രസാദ് പറയുന്നു ആചാരങ്ങൾ മാറ്റി ഹിന്ദു സമൂഹത്തെ ഞങ്ങൾ ഏകീകരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഈ 3 ധാരകളാണ് ഇപ്പോൾ പ്രസന്റ് ആയിട്ടുള്ളത് ഇവിടെ. ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ആചാരങ്ങൾ അമ്പലത്തിനകത്ത് നടക്കുന്ന സ്വകാര്യ ഇടപാടല്ല. അത് നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലുള്ള മനുഷ്യർക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനൊക്കെ അവകാശമുണ്ട്. അത് വിശ്വാസികൾ പറയണമെന്നൊന്നും പറയുന്നതിന് അത് വലിയ കഥയില്ല. വിശ്വാസികളായി തന്നെ പരിഗണിക്കണം. ആരഭിപ്രായം പറഞ്ഞാലും വിശ്വാസത്തെ നമ്മൾ മാനിക്കണം. അത് ശരിയായൊരു നിലപാടാണ്. പക്ഷെ ഈ വെളിവുകേട് മുഴുവൻ വിശ്വാസമാണെന്ന് നമ്മൾ എന്തിനാണ് വിചാരിക്കുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. ഇവർ പറയുന്നത് ഇപ്പൊ ആചാരങ്ങൾ മാറ്റാൻ പാടില്ല എന്ന് പറയുന്നവർ രംഗത്തുണ്ട്. ഇവർ 20ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആചാരങ്ങളാണോ ഇപ്പൊ ജീവിക്കുന്നത്? അല്ലല്ലോ, എല്ലാം മാറിപ്പോയില്ലേ? അത് സമൂഹത്തിനൊരു നിയമമാണ്, അത് മാറ്റിയേ പറ്റത്തുള്ളൂ. സുകുമാരൻ നായർ ഈ കാര്യത്തിൽ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. സച്ചിദാനന്ദ സ്വാമികൾക്ക് അത് പറയാൻ അവകാശമുണ്ടോ എന്ന ചോദ്യം ശ്രീനാരായണ ഗുരുവിനോട് പണ്ട് ഇവരിപ്പോ ഈ പറഞ്ഞ ആദ്യ ഹിന്ദുക്കൾ ചോദിച്ചതാ. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഈ പ്രതിഷ്ഠ നിർമ്മിച്ചതെന്ന്? അതിന്റെ മുഴുവൻ കോൺട്രാക്ട് എടുത്തിട്ടാണ് ഇപ്പൊ രംഗത്ത് ഞങ്ങൾ ഹിന്ദു സമാജം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നാണ്. അപ്പൊ ഈ കൗശലം, ഈ ബ്രാഹ്മണിക്കൽ കൗശലം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ മുഖ്യമന്ത്രിക്ക് ഇതിൽ ഒരു അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. മാത്രവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആചാര പരിഷ്കരണം എന്ന് പറയുന്നത് ഒരിക്കലും അമ്പലത്തിനകത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നതല്ലെന്നേ. അത് വെറുതെ തെറ്റിദ്ധരിക്കുന്നു നമ്മൾ. ഈ വൈക്കത്തെ ബ്രാഹ്മണർ തീരുമാനിച്ചല്ലോ ആ ക്ഷേത്രം തുറന്നു കൊടുത്തത്. എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ? എന്തെങ്കിലും തെളിവ്? ഒന്നുമില്ലല്ലോ. അവരവിടെ അമ്പലം അടച്ചേക്കും. ഗാന്ധി വന്നപ്പോൾ വാതിലടച്ച മാന്യന്മാരാ അവിടുത്തെ അമ്പല കമ്മിറ്റി എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി വന്നപ്പോൾ വാതിലടച്ച മാന്യന്മാരാ. എന്നിട്ട് അവരോട് ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ. അവരൊന്നും ആലോചിച്ചിട്ടല്ല യഥാർത്ഥത്തിൽ ചെയ്തത്. സമൂഹത്തിന്റെ അഭിലാഷങ്ങളാ പുറത്തു വരുന്നത്. ആ അഭിലാഷം അംഗീകരിക്കേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ. ഞാനൊരു കാര്യം പറയും. ഈ NSSന്റെ ആള് ജാതിവാദിയാണ്, സച്ചിദാനന്ദയും ജാതിവാദിയാണ്, ഷാബു പ്രസാദ് ആവട്ടെ വിശാല ഹിന്ദുവിന്റെ ആളുമാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ
പരത്തുന്ന വലിയ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെമ്പാടും നടക്കുന്നുണ്ട്. വിശാല ഹിന്ദു എന്ന് പറയുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് ഇക്കാര്യത്തിൽ 2 കാര്യങ്ങൾ. ശ്രീനാരായണ ഗുരുവിന്റെ യോഗ്യത സംശയിച്ചവർ ഒരു ഉത്തരം പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ സനാതനധർമ്മം എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് ഈ ആത്യന്തികമായി മാറ്റമില്ലാതെ തുടരുന്ന ഈ ധർമ്മം? അതിന് ഈ പറഞ്ഞ വർണ്ണധർമ്മവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? വർണ്ണധർമ്മവുമായി ബന്ധമില്ലാത്ത എന്ത് ധർമ്മബോധമാണ് ഹിന്ദു പാരമ്പര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് വ്യക്തമായും പറഞ്ഞു, അതും ഇതും പറഞ്ഞാൽ പോരാ. ഈ വർണ്ണാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ ജന്മനാ തുല്യരല്ല. അവർ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ചണ്ടാളർ തുടങ്ങി കാറ്റഗറൈസ് ചെയ്യപ്പെട്ടു. ജന്മം കൊണ്ട് തന്നെ അശുദ്ധരും വിശുദ്ധരുമാണ് മനുഷ്യർ എന്ന് പറയുന്ന വർണ്ണാശ്രമ ധർമ്മത്തെ ന്യായീകരിക്കുന്ന ധർമ്മബോധമല്ലാത്ത മറ്റൊരു ധർമ്മബോധം നിങ്ങൾ പറയാം. ശരി, ഞാൻ തീർച്ചയായും താങ്കളുടെ ചോദ്യം എന്തായാലും ഞാൻ ഷാബു പ്രസാദിന് പാസ് ചെയ്യാം. പക്ഷേ ഞാനൊന്ന് ഇടപെടുന്നത്, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തൊരു വിഷയം ഈ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇന്നിപ്പോൾ കുറച്ചുകൂടി മറ്റൊരു ടോപ്പിക്കാണ് കേന്ദ്രീകരിക്കുന്നത് എന്നതുകൊണ്ട് തീർച്ചയായും പക്ഷേ താങ്കളുടെ സംശയം ഞാൻ ആവർത്തിക്കാം. പക്ഷേ ശ്രീജിത്ത് പണിക്കർ, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ച ചോദ്യം, ഇപ്പോഴിതാ ഒരു സാമൂഹികമായ, അതായത് മുഖ്യമന്ത്രി പറഞ്ഞത് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടണോ, അതല്ല എങ്കിൽ നിരീശ്വരവാദികൾ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടണോ എന്ന ചോദ്യമൊക്കെ ഒരു സാമുദായിക നേതാവ് എന്ന നിലയിൽ ചോദിക്കാം. അതിനും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അത് ശരിയല്ല, ആ ചോദ്യം ശരിയല്ല എന്ന അഭിപ്രായങ്ങളുണ്ട്. എങ്കിൽ പോലും അതൊക്കെ മറ്റൊരു ധാരയാണല്ലോ എന്നെങ്കിലും കരുതാം. പക്ഷേ ഇതിപ്പോൾ ശിവഗിരിയെ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതൊരു സന്യാസി സമൂഹത്തിൻ്റേത് കൂടിയാണ്. അതൊരു വലിയ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വിഭാഗത്തെ തള്ളിപ്പറയുക അല്ലെങ്കിൽ അതിനെ അതിരൂക്ഷമായി വിമർശിക്കുക എന്ന നിലയിലേക്ക് സുകുമാരൻ നായർ എത്തുമ്പോൾ, ഒരു കാലത്ത് നമുക്കറിയാം ഈ സാമൂഹികമായ, അതായത് അത് സുകുമാരൻ നായരുടെ കാലഘട്ടത്തിൽ തന്നെയാണ് SNDPയും NSSും തമ്മിൽ ഒരുമിച്ച് നിന്നൊരു സമയമുണ്ട്. അത് പിന്നീട് വിഘടിച്ചു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും അങ്ങനെയൊരു സാമുദായികമായ ഒരു സ്പർദ്ധയിലേക്കോ വിയോജിപ്പിലേക്കോ ഒക്കെ എത്തിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ ശ്രീജിത്ത് പണിക്കർ? അഭിലാഷ്, അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. താങ്കൾ പറഞ്ഞതുപോലെ അഭിപ്രായം പറയാനുള്ള അവകാശം, സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. അപ്പോൾ സ്വാമി സച്ചിദാനന്ദയ്ക്കും അതുണ്ട്. അതേപോലെ തന്നെ ശ്രീ ജി സുകുമാരൻ നായർക്കും അതേ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതേ അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഏത് ലെവലിൽ വരെയാകാം. റൈറ്റ് ടു ഒഫൻഡ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീ സ്പീച്ചിനകത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതൊക്കെ തന്നെ ഒരു സെപ്പറേറ്റ് ഡിസ്കഷനാണ്. സുകുമാരൻ നായർ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അതേപോലെ തന്നെയാണ് സച്ചിദാനന്ദയുടെയും. ഹിന്ദു വിഭാഗത്തിനെയോ അല്ലെങ്കിൽ ഈഴവ സമുദായത്തിനെയോ SNDPയോ മൊത്തത്തിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു അഭിപ്രായം എന്ന രീതിയിൽ ഒരാൾക്ക് പറയാമെങ്കിൽ, അതേപോലെ തന്നെ നായർ സമുദായത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടോ നേരത്തെ പറഞ്ഞതുപോലെ വിശാലമായിട്ടുള്ള ഒരു ഹിന്ദു സമൂഹം എന്ന നിലയിലുള്ള ഒരു അഭിപ്രായം പറയുന്നതിനോ സുകുമാരൻ നായർക്കും പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല. അപ്പൊ ആശയപരമായിട്ടുള്ള ഭിന്നത എന്താണോ അത് ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഏതളവ് വരെ ഒരാൾക്ക് മറ്റൊരാളിനെ ഒഫൻഡ് ചെയ്യാം, ഏതുവരെ പറയാം എന്ന് പറയുന്നതിലൊന്നും തന്നെ കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ പറയപ്പെടുന്നത് എന്തിന്റെ പേരിലാണ്? ഇവിടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഷർട്ട് പുരുഷന്മാർ ധരിക്കണോ വേണ്ടയോ എന്നതുമായി ബന്ധപ്പെട്ടാണ്. നിലവിലുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ക്ഷേത്രപ്രവേശനവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഇതിനെ പറയുന്നതൊക്കെ തന്നെ അപഹാസ്യമാണ്. കാരണം ക്ഷേത്രപ്രവേശനം എന്ന് പറയുന്നത് പണ്ട് നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് താഴ്ന്ന ജാതിക്കാർക്കത് നിഷേധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അത് ഡിസ്ക്രിമിനേഷനാണ്, പ്രത്യേകമായിട്ടുണ്ടായിരുന്ന ഒരു വിവേചനമാണ്. ഇന്ന് അതില്ല. അതല്ല എങ്കിൽ ക്ഷേത്രത്തിലേക്ക് പുരുഷന്മാർ പ്രവേശിക്കുന്ന സമയത്ത് എല്ലാവരും ഷർട്ട് മാറ്റണം അല്ലെങ്കിൽ മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഇന്ന വിഭാഗക്കാർക്ക് പറ്റും, മറ്റുള്ള വിഭാഗക്കാർ ചെയ്യരുത് എന്ന രീതിയിലേക്കുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് മറ്റേതെങ്കിലും രീതിയിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യമായിട്ടുള്ള വിപത്തുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുന്നതിൽ കാര്യമില്ല. ഇത് കേവലം അവിടെ ഞാനൊന്ന് ഇടപെടുന്നത്, പക്ഷേ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തിരിച്ചറിവ് അതാണ് പലരും വ്യാഖ്യാനിക്കുന്നു. അല്ലെങ്കിൽ അതായിരുന്നില്ല ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വസ്ത്രം ധരിച്ചും മറ്റുള്ളവർക്ക് വസ്ത്രം ധരിക്കാതെയും കയറേണ്ടി വരുന്നുവെങ്കിൽ അത് തീർച്ചയായും അത് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവർ കയറുന്നുണ്ടോ എന്നുകൂടിയൊക്കെ അറിയുന്നതിന് വേണ്ടിയായിരുന്നു ഇങ്ങനെ വസ്ത്രം അഴിപ്പിച്ച് കയറ്റിയിരുന്നത് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അല്ല, അത് എങ്ങനെയാണ്? അങ്ങനെ പണ്ടത്തെ ഒരു കാലത്തായിരുന്നുവെങ്കിൽ, അതായത് നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് സവർണ വിഭാഗത്തിന് മാത്രമാണ് ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നത് എങ്കിൽ എങ്ങനെയാണ് വസ്ത്രം മാറ്റി കഴിയുന്ന സമയത്തേക്ക് അയാൾ സവർണനാണോ അല്ലയോ എന്ന് എങ്ങനെയാ തിരിച്ചറിയാൻ കഴിയുക? എന്താണ് അതിന്റെ മാനദണ്ഡം? എന്താണ്?
അതാണ് മാറ്റി ഞാൻ പറഞ്ഞല്ലോ, അത് കഴിയുമ്പോഴത്തേക്ക് വാദികളുടെ ആവശ്യമാണ്. ഇപ്പോൾ അല്ല, ആ വാദത്തില് ബ്രാഹ്മണർ എന്ന് വാദത്തില് സൂചിപ്പിക്കുന്ന അവരുടെ വസ്ത്രധാരണത്തിലുണ്ട്, അവരുടെ പൂജാനൂലുകൾ പോലെയുള്ള ബ്രാഹ്മണരെ തിരിച്ചറിയാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. അവരാണോ പ്രവേശിക്കുന്നത് എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു എന്ന് നിരീക്ഷിക്കുന്നവരുണ്ട്. അല്ല, അതിന് ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നില്ലല്ലോ ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്നത്. നായർ സമുദായം എന്ന് പറയുന്നത് പോലും അന്നത്തെ കാലത്ത് തന്നെയും അത് ഉയർന്ന സമൂഹത്തിലെ ഉയർന്ന ജാതി ചിന്തയിൽ വരുന്ന അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയിൽ വരുന്ന ഉയർന്ന സമുദായമാണ്. അവർക്ക് പൂണൂലില്ലല്ലോ. നായർ സമുദായത്തിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ക്ഷേത്രത്തിൽ ഈ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിലക്കുണ്ടായിരുന്ന സമയത്ത് നായർ സമുദായത്തിലുള്ള ആൾക്കാർ പ്രവേശിക്കരുത് എന്നുണ്ടായിരുന്നോ? അവർക്ക് പൂണൂലില്ല. അതുകൊണ്ട് അവർ ഷർട്ട് അഴിച്ചു കഴിഞ്ഞാൽ അവർ ബ്രാഹ്മണനാണോ അല്ലയോ എന്ന് അറിയില്ല. ഇനി അവർ ബ്രാഹ്മണനല്ല എങ്കിൽ പോലും ഷർട്ട് ധരിക്കുമ്പോൾ അല്ലെങ്കിൽ ഷർട്ട് അഴിക്കുന്ന സമയത്ത് പൂണൂലില്ലാത്ത മറ്റുള്ള വിഭാഗങ്ങളെ പോലെ തന്നെ മാത്രമേ ഉള്ളൂ നായർ വിഭാഗവും. അപ്പൊ അതൊക്കെ തെറ്റായിട്ടുള്ള കുറേയധികം അസംഷൻസ് ആണ്. അതായത് ഒന്നുകൂടി സണ്ണി കബിക്കാടിന് അവിടെ എന്തോ ചേർത്ത് വെക്കാനുണ്ട് എന്ന് തോന്നുന്നു. ചോദിച്ചോട്ടെ, വളരെ പെട്ടെന്ന്. ഞാൻ പറയുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിനകത്തേക്ക് നായന്മാർക്കും ബ്രാഹ്മണർക്കും പ്രവേശനം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ശ്രീജിത്ത് നടത്തരുത്. ക്ഷേത്രത്തിനകത്ത് മണിയടിക്കണമെങ്കിൽ പൂണൂറുള്ളവന് മണിയടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഷർട്ട് ഉരിയാലേ ആര് മണിയടിക്കണം ആര് മണിയടിക്കണം തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ വളരെ ഇതിനകത്ത് തന്നെ ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അതല്ലാതെ ക്ഷേത്രത്തിൽ കയറുന്ന ഒരു ഗേറ്റാൻ കിടന്നാൽ എല്ലാവരും തുല്യരൊന്നും അല്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഷർട്ട് ഊരണം ഷർട്ട് ഊരണം പറഞ്ഞതിന് പിന്നിൽ ഈ കാര്യം സമയമാണ്. ഷാബു പ്രസാദ് വളരെ ഞാൻ വഴങ്ങുന്നു. അദ്ദേഹം ഇടപെട്ടോട്ടെ, ഞാൻ വഴങ്ങുന്നു. അല്ല മിസ്റ്റർ കബിക്കാട്, ഈ കാലത്ത് ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിലെ പുരുഷന്മാരുടെ വസ്ത്രം എങ്ങനെയായിരുന്നു? ഇവിടെ ഷർട്ട് എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ട് കാലം എത്ര ആയിട്ടുണ്ട്? ഒരു 60-70 വർഷമേ ആയിട്ടുള്ളൂ. ഇവിടുത്തെ ഒരു ഡ്രസ് കോഡായിരുന്നു, ആണുങ്ങളുടെ പുരുഷന്മാരുടെ ഒരു ഡ്രസ് കോഡായിരുന്നു വസ്ത്രം, ഈ മുണ്ടും മേൽമുണ്ടും തോർത്തു എന്നൊക്കെ പറയുന്ന സംഭവം. അത് ഇങ്ങനെ പിന്തുടർന്നു പോകുന്നു. ഈ മുണ്ടും മേൽമുണ്ടും എന്ന് സുഹൃത്തെ ഷാബു പ്രസാദ്, മുണ്ടും മേൽമുണ്ടും എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ സവർണ പുരുഷന്മാരുടെ വേഷമാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? ആയിക്കോട്ടെ, എന്താ മറ്റുള്ളവർ തുണി കൊടുക്കാതാണോ നടന്നിരുന്നത്? അവർണൊരു തുണി കൊടുക്കാതാണോ നടന്നിരുന്നത്? അവർണൊരു തുണി കൊടുക്കാതാണോ മിസ്റ്റർ നടന്നിരുന്നത്? അവർണർ വെളുത്ത തുണി എവിടെ കൊടുത്തിട്ടുള്ളത്? എവിടെ കൊടുത്തിട്ടുള്ളത്? ഇനി ആയിക്കോട്ടെ, തുണി കൊടുക്കാതെ ചുമ്മാ വിവരക്കേട് നിങ്ങളൊരു സമാധാനം പറയണം. കേരളത്തിലെ ബ്ലൗസ് നോക്കിയിട്ട് എത്ര കാലമായി? നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ? ബ്ലൗസ് ഇട്ടപ്പോ കീറിക്കളഞ്ഞവരല്ലേ? നിങ്ങളല്ല, ചരിത്രത്തിന്റെ കാര്യം ഈ പറയുന്നത്. പിന്നെ വെറുതെ ജനറലൈസ് ചെയ്യരുത്. ഞങ്ങളുടെ ഇവിടെ എല്ലാവരും എന്തായാലും നമുക്ക് ശ്രീജിത്ത് പറഞ്ഞു തീർക്കട്ടെ. നമുക്ക് അടുത്ത ഘട്ടത്തിൽ ഞാൻ പറയുന്നത് നോക്കൂ, ഇനി ഇടപെടരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. നോക്കൂ, ഇനി ഞാനിതിൽ പറയുന്നത് നോക്കൂ, ഈ വാദം പമ്പര വിഡ്ഢിത്തമാണ് എന്നേ പറയാൻ കഴിയുള്ളൂ. അത് മണിയടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആൾക്കാരെന്ന് പിന്നെ മണിയടിക്കാൻ പോകുന്ന സമയത്ത് പറഞ്ഞാൽ മതിയല്ലോ. ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല. ഇത് പറയുന്നതിന് നമ്മൾ കുറച്ച് ലോജിക്ക് കൂടി അപ്ലൈ ചെയ്യണം. ഒന്നാമത്, പൂണൂല് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഷർട്ട് ധരിക്കുന്നത് എന്ന് അഴിക്കാൻ പറയുന്നത് എന്ന് വെച്ചാൽ പൂണൂല് ധരിക്കാത്ത സവർണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വാദം നിങ്ങൾക്കെതിരെയാണ് നിൽക്കുന്നത്. 1. 2, അല്പം മുമ്പ് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ ഈ മേൽവസ്ത്രം എന്ന് പറയുന്നത് ഷർട്ട് എന്ന രൂപത്തിലേക്ക് വന്നിട്ട് വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ആയിട്ടുള്ളൂ. മഹാത്മാഗാന്ധി തന്നെ എന്തുകൊണ്ട് മേൽവസ്ത്രം താൻ ധരിക്കുന്നില്ല, ഷർട്ട് ധരിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിനോട് ഒരു കുട്ടി ചോദിക്കുമ്പോൾ പറയുന്നത്, എന്റെ 40 കോടി സഹോദരങ്ങൾക്ക് എന്ന് ഷർട്ട് ധരിക്കാനാകുമോ അന്ന് മാത്രമേ ഞാൻ ധരിക്കൂ എന്നാണ്. അപ്പൊ പല സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളാൽ ഉൾപ്പെടെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാലമാണ്. മഹാത്മാഗാന്ധിയുടെ കാലം ഏത് കാലമാണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ആ കാലത്ത് പോലും ആൾക്കാർക്ക് ഇതിനെ അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നില്ല. 2, ഇങ്ങനെയൊന്നും നോക്കിയിട്ട് വേണ്ടെന്നേ ആൾക്കാരെ അറിയാൻ. പണ്ട് കാലത്ത് ഈ പറയുന്നത് പോലത്തെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ട് ക്ഷേത്രങ്ങളിൽ വരുന്നത് ആ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അവിടെ വരുന്ന ആൾക്കാർ ഷർട്ട് ധരിച്ചാലും ഷർട്ട് ധരിച്ചില്ലെങ്കിലും അവർ ബ്രാഹ്മണരാണോ നായരാണോ മറ്റേതെങ്കിലും വിഭാഗത്തിലുള്ള ആൾക്കാരാണോ എന്ന് വളരെ കൃത്യമായിട്ട് അവിടെയുള്ള പൂജാരിമാർക്കും ആ ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാർക്കും നന്നായിട്ട് അറിയാം. അല്ലാതെ അതിൽ ഷർട്ട് ഊരി മാറ്റിയതിനു ശേഷം വേണ്ട ആരെയും നോക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അന്നത്തെ സോക്കോൾഡ് അവർണർക്ക് അനുവാദമില്ലാത്തത് കൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് അവർ വരികയും ഉണ്ടായിരുന്നില്ല.
അല്ലാതെ ആ സമയത്തൊന്നും ആദ്യ സമയങ്ങളിലൊന്നും തന്നെ ഇങ്ങനെ പ്രതിഷേധമൊന്നുമില്ല. അന്ന് ഒരുപക്ഷെ ശിക്ഷാ നടപടികൾക്ക് വിധേയമാകുമെന്നോ സാമൂഹ്യമായിട്ടുള്ള ഒരു ഇൻജസ്റ്റിസിന് വിധേയമാകുമെന്നുള്ള ഭയം കാരണം കുറേ അധികം ആൾക്കാർ, ബഹുഭൂരിപക്ഷം ആൾക്കാരും അവിടെ പോവുകയും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് പിന്നീട് അവിടെ കയറുന്ന ആൾക്കാരിൽ നിങ്ങൾ ഏത് വിഭാഗക്കാരാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഷർട്ട് അഴിച്ചു നോക്കി, അപ്പോൾ എല്ലാ ആൾക്കാരും പൂണൂല് ധരിച്ചു, പൂണൂലടിച്ച ആൾ മണിയടിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ വെറും വരട്ടുവാദമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഷർട്ട് ധരിക്കുന്ന ആൾക്കാരുടെ എണ്ണം പോലും കുറവായിരുന്നു. ഇനി താങ്കൾ ഈ പറയുന്ന പോലെ മേൽവസ്ത്രം അല്ലെങ്കിൽ ഉത്തരീയമാണ് എങ്കിൽ ശരി, അതുകൊണ്ട് കയറുന്ന ആൾക്കാരൊക്കെയാണ് സോക്കോൾഡ് സവർണ വിഭാഗത്തിലുള്ള ആൾക്കാരാണല്ലോ. അതിൽ തന്നെ പലരുണ്ടല്ലോ, ക്ഷത്രിയർ വരാം, ബ്രാഹ്മണർ വരാം, നായന്മാർ വരാം, പല ആൾക്കാർ വരാം. അപ്പൊ അതിൽ തന്നെ എല്ലാ ആൾക്കാർക്കും ഇത് മാറ്റണമെന്ന് നിർബന്ധവും ഉണ്ടല്ലോ. അല്ലാതെ നിങ്ങൾ രാജ്യം ഭരിക്കുന്ന തമ്പുരാനാണ് അതുകൊണ്ട് നിങ്ങൾ ഇതങ്ങിട്ടോളൂ, പൂജ നടത്തുന്ന ബ്രാഹ്മണനാണ് ഇതങ്ങിട്ടോളൂ എന്നല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്ഷേത്രത്തിന്റെ ആചാര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡിസ്ക്രിമിനേറ്ററി ആണോ അല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഡിസ്ക്രിമിനേറ്ററി ആണ് എന്ന് കാണിക്കാനുള്ള യാതൊന്നും ഇതിലില്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക. ഒരൊറ്റ കാര്യം കൂടി താങ്കൾ പറഞ്ഞതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. താങ്കളുടെ തന്നെ വാദം കടമെടുത്ത് പറയുകയാണ്. കാരണം അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ താങ്കൾ പറഞ്ഞത് സച്ചിദാനന്ദ അവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ തന്നെ അഭിപ്രായമാണ്, ആചാരങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണം എന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ തന്നെ അഭിപ്രായമാണ് എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ താങ്കൾ എന്തുകൊണ്ടോ സനാതന ധർമ്മത്തിനെ ഇകഴ്ത്തി സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പക്ഷെ താങ്കളുടെ അറിവിലേക്കായിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ രണ്ട് പ്രസ്താവനകൾ പറയാം. ഒന്ന് 1102 മേടം 26 പള്ളാത്തുരുത്തിയിൽ വെച്ചിട്ട് SNDPയുടെ 24ാമത് വാർഷിക യോഗം, ഗുരുവിന്റെ അവസാന സെർമൺസിൽ ഒന്ന് അവിടെയാണ്. അന്ന് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ള സനാതന ധർമ്മം അങ്ങനെയുള്ള ഒരു മതമാകുന്നു. ഈ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെയെല്ലാം ഒന്നായി ചേർക്കുന്നത് സംഘടനയ്ക്ക് ഏറ്റവും ഉത്തമ രീതി ആയിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ കേവലം ഈഴവ വിഭാഗത്തിലുള്ള ആൾക്കാർ മാത്രമല്ല, സനാതന ധർമ്മ വിശ്വാസികളായിട്ടുള്ള എല്ലാ ആൾക്കാരെയും ചേർക്കുന്നത് ഈ SNDP എന്ന സംഘടനയ്ക്ക് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞാൽ, അല്പം മുമ്പ് ശ്രീ ഷാബു പ്രസാദ് സൂചിപ്പിച്ചിരിക്കുന്ന വിശാലമായിട്ടുള്ള ഹിന്ദു സമാജം എന്ന കോൺസെപ്റ്റിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ അഭിപ്രായമല്ല ശ്രീ കവിക്കാട്, ഇത് പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ. അതേപോലെ തന്നെ മറ്റൊന്ന് 1101 കന്നി 23 കേരള കൗമുദി പ്രസിദ്ധപ്പെടുത്തിയിരുന്ന ഒരു സംവാദം. ആ സംവാദം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കേരള കൗമുദിയാണ്. ആ സംവാദം ഹോൾഡ് ചെയ്തിരിക്കുന്ന ആരാണെന്നറിയാമോ? ശ്രീ CV കുഞ്ഞിരാമനാണ്. കേരള കൗമുദിയുടെ സ്ഥാപകനാണ് അദ്ദേഹം. അപ്പൊ അതിൽ ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെ പറയുന്നതായിട്ട് കേരള കൗമുദി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു: സനാതനമായ ഏതെങ്കിലും ഒരു ധർമ്മത്തെയോ സത്യത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ യാതൊരു മതത്തിനും നിലനിൽക്കുവാൻ കഴിയുന്നതല്ല. അപ്പൊ സനാതന ധർമ്മത്തിനെ ഗുരുവിനെ കൂട്ടുപിടിച്ചിട്ടാണ് ഞാനിപ്പോ പറഞ്ഞത്, എന്റെ അഭിപ്രായമല്ല. അപ്പൊ സച്ചിദാനന്ദ പറഞ്ഞിരിക്കുന്നത് ഗുരുവിന്റെ അഭിപ്രായമാണെന്ന് മാനിക്കുന്ന ശ്രീ സണ്ണി കവിക്കാട്, സനാതന ധർമ്മം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നിലനിൽപ്പാണ് എന്നും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞിരുന്നത് സനാതന ധർമ്മ കാഴ്ചപ്പാടാണ് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞിരിക്കുന്നതും, അതിലേക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവന്ന് ഈ സംഘടനയെ ബലവത്താക്കുക എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള ഹിന്ദു എന്ന് പറയുന്ന സമാജത്തിനെ പുനരുദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്നതും അദ്ദേഹത്തിന്റെ വാദമാണ് എന്ന് കരുതി കൂടി അംഗീകരിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ അങ്ങേക്ക് മുന്നിൽ വെക്കാനുള്ളൂ. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. എന്തായാലും അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, താങ്കൾ കുറച്ചധിക സമയമായി ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ താങ്കളിലേക്ക് വരുമ്പോൾ ഈ NSS CPIM നേതാവ് എന്ന നിലയിൽ കൂടിയുള്ള പിണറായി വിജയനോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് പ്രധാനമായും മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ തിരുത്തലുകൾ ഉന്നയിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നുള്ളതാണ്. അതിനുള്ള മറുപടി അത് സാങ്കേതികമായി CPIM ആണ് നൽകേണ്ടത്. ദൗർഭാഗ്യവശാൽ ഈ ചർച്ചയിലേക്ക് അങ്ങനെ CPIMന്റെ അതിഥികളെ അനുവദിച്ചിട്ടില്ല. അതെന്തുമാകട്ടെ, താങ്കൾക്ക് ഒരു ഇടത് നിരീക്ഷകൻ എന്ന നിലയിൽ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അത്തരം വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഇതര മതവിഭാഗങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാറുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇതര മതവിഭാഗങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ടതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു സംവാദം നമ്മളൊക്കെ ചർച്ചയിൽ പങ്കെടുത്തത്. വയനാടുണ്ടായ വിജയം മുസ്ലിം തീവ്രവാദികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പറഞ്ഞ് വിജയരാഘവൻ പറഞ്ഞു, CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ. അത് മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെടുന്നതാണ്. കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും തീവ്രവാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിജയരാഘവൻ പറഞ്ഞു എന്നായിരുന്നു പിന്നീട് അതിനുള്ള മൊത്തത്തിലുള്ള ചർച്ച. അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഇടതുപക്ഷം ഇടപെടാറുണ്ട്. ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഷർട്ട് ഇടണോ ഇടണ്ട എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ച. അതും അതിനോടൊപ്പം തന്നെ സനാതന ധർമ്മം. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഈ ക്ഷേത്രങ്ങളിലൊക്കെ ആചാരങ്ങൾ എന്തെങ്കിലും ലിഖിത നിയമങ്ങളുണ്ടോ? എന്റെ അറിവിലും വായനയിലും ഞാൻ ഒരുപാട് പലരും നോക്കി, ഒരു ക്ഷേത്രത്തിലെ ആചാരങ്ങളെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് ലിഖിത നിയമങ്ങളൊന്നുമില്ല. കാലോചിതമായിട്ട് അതിന്റെ ഭരണസമിതികളോ തന്ത്രികളോ കാണിക്കുന്ന കാഴ്ചപ്പാട്, അവരുടെ കാഴ്ചപ്പാടിൽ ഒരു നിയമം ഉണ്ടാവും.
ദൈവം എന്നൊരു സങ്കല്പം തന്നെ യഥാർത്ഥത്തിലില്ല. ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാള് യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അമ്പലത്തിൽ പോകേണ്ട കാര്യം പോലുമില്ല. ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് നൊബേൽ സമ്മാനം കൊണ്ടുവന്ന രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലിയിൽ ദൈവത്തെ കുറിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. Whom dost thou worship in this lonely dark corner of a temple with the doors shut? Open thine eyes and see thy God is not before thee. He is there where the tiller is tilling the hard ground and where the pathmaker is breaking stone. He is with them on sun and shower. ഇത് ഏറ്റവും വലിയ ദൈവവിശ്വാസിയായിരുന്ന ടാഗോർ പറഞ്ഞതാ. ഈ നാലുകെട്ടിനകത്ത്, അമ്പലത്തിന്റെ നാലുകെട്ടിനകത്ത് ദൈവമില്ല. അത് പാറ പൊട്ടിക്കുന്നവന്റെ ദേഹത്തും അവന്റെ വിയർപ്പിലും ഒക്കെയാണ് ദൈവമുള്ളത് എന്ന് ടാഗോർ പറഞ്ഞു. അത് തന്നെയാണ് അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇതാരാണ്? എന്റെ കൊച്ചുനാളിൽ ശാസ്താംകോട്ട എന്നൊരു ക്ഷേത്രമുണ്ട് കൊല്ലം ജില്ലയിൽ, ശ്രീധർമ്മ ശാസ്താവിന്റെ ക്ഷേത്രമാണ്. അവിടെ ഷർട്ട് ഇട്ടുകൊണ്ട് പ്രവേശിക്കാമായിരുന്നു. എന്റെ തേവലക്കരയുള്ള ഒരു മേജർ ദേവീക്ഷേത്രത്തിൽ ഷർട്ട് ഇട്ടുകൊണ്ട് പ്രവേശിക്കാമായിരുന്നു. ശാസ്താംകോട്ടയിൽ ഒരിക്കലും ഒരു കൊടിമരം ഒന്ന് ചരിച്ചു 10 വർഷത്തിന് മുമ്പാണത്. ഉടനെ പൂജ വെച്ച് പറഞ്ഞു ഇത് പുരുഷന്മാര് ഷർട്ട് ഇട്ടുകൊണ്ട് കയറുന്നോണ്ട് ദോഷമാണെന്ന്. തേവലക്കര ക്ഷേത്രത്തിലും അതേ സംഭവം ഉണ്ടായി. ഇപ്പോൾ ഏതാണ്ട് 10-20 വർഷമായിട്ട് ഷർട്ട് ഇടണം. അതിനുശേഷം ഈ അമ്പലങ്ങളിൽ ഞാനിട്ട് പോയിട്ടുമില്ല, എനിക്ക് അത് വിശ്വാസമില്ല. അപ്പൊ ഇതെന്താണ് ഇങ്ങനെ ഒരു നിയമം വന്നത്? കൊടിമരത്തിന്റെ കൊടിയൊന്ന് ചരിഞ്ഞു വീണപ്പോൾ ഇത് പുരുഷന്മാര് ഷർട്ട് ഇട്ടുകൊണ്ട് കയറുന്നതാണെന്ന് പറഞ്ഞാൽ ഈ ഒരു കാടത്തമായിട്ടുള്ള ചിന്താഗതി, ഇത്രയും ഒരു അധമ സംസ്കാരത്തിന്റെ വക്താക്കളല്ലേ ഈ പറയുന്നവരാരെങ്കിലും പറയുമോ സ്ത്രീകൾ ഇതുപോലെ വസ്ത്രം ധരിക്കാൻ പാടില്ല? പറയില്ല. ഒരു ജ്യോത്സ്യരും പറയില്ല, ഒരു തന്ത്രിയും പറയില്ല, ഒരു പൂജാരിയും പറയില്ല. അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ചുകൊണ്ട് മനുഷ്യരെ ഇങ്ങനെ ശരിയാ ശ്രീത് പറഞ്ഞു ഒരു കാര്യം ഞാൻ വളരെ അംഗീകരിക്കും. എന്താ? ഡിസ്ക്രിമിനേഷൻ ഇല്ല, ആരും ഷർട്ട് ധരിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അതുപോലെ ഡിസ്ക്രിമിനേഷൻ ഇല്ല. പക്ഷേ ആര് കൊണ്ടുവന്നു? എവിടെ? ഏത് പുസ്തകത്തിൽ? നേരത്തെ ഇവിടെ ചോദിക്കുന്നത് കേട്ടു, ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ പുരുഷന്മാര് വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന്? അങ്ങനെ ഒരു നിയമമില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ അബുദാബിയിൽ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ, ഒരു മുസ്ലിം ദേവാലയമാണ്, ഒരു കൊട്ടാരം പോലെ. അവിടെ ചെന്നപ്പോൾ അവർ തലേന്ന് പറഞ്ഞെന്താ അറിയോ? ഡ്രസ് കോഡ് ഉണ്ട് ഇവിടെ. പുരുഷനായാലും സ്ത്രീ ആയിരുന്നാലും പരിപൂർണമായി വസ്ത്രം ധരിച്ചുകൊണ്ടേ കയറാവൂ. ആധുനിക വസ്ത്രങ്ങൾ, ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പാടില്ല. ഇനി ഞാനൊന്നുകൂടെ പറഞ്ഞു നിർത്താം. സനാതന ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു. എന്താ ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത്? അത് എന്റെ ചോദ്യമാണ്. ഈ നമ്മൾ വിശ്വസിക്കുന്ന മഹാഭാരതം, രാമായണം, വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഈ ഒരൊറ്റ പുസ്തകം, ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് ഒരു വരി സനാതന ധർമ്മം എന്നൊരു വാക്ക് കാണിച്ചു തരാമോ? ഒരൊറ്റ പുസ്തകത്തിലും ഇല്ല. അങ്ങനെ ഒരു വിചാരമേ ഇല്ല. പിന്നെ സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നത് ശാശ്വതമായ ധർമ്മം. ആ ധർമ്മത്തിന് റിലിജൻ എന്ന അർത്ഥമുണ്ട്, നമ്മൾ സ്വീകരിക്കുക എന്ന അർത്ഥമുണ്ട്, നടപ്പാക്കുക എന്ന അർത്ഥമുണ്ട്. ആ ശാശ്വതമായ ശരിയാ ശ്രീത്ത് പറഞ്ഞു. ശ്രീനാരായണൻ ഉദ്ദേശിച്ചത് വിശാലമായ ഹിന്ദു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇപ്പോഴത്തെ RSSന്റെയോ അല്ലെങ്കിൽ BJPയുടെയോ ഹിന്ദു ധർമ്മത്തിൽ ഉദ്ദേശിച്ച സനാതന ധർമ്മമല്ല. സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നിട്ട് ഒരു പ്രാന്താലയമാണെന്ന് പറഞ്ഞിട്ട് പോയി. ആ പ്രാന്താലയത്തെ മാറ്റിയെടുക്കുന്ന രീതിയിലുള്ള മുന്നോട്ടാണ് ശ്രീനാരായണൻ മുന്നോട്ട് വെച്ച ഏകജാതി, ഏകമതം, ഏകദൈവം എന്ന് പറയുമ്പോൾ അതാണ് സഹോദരൻ അയ്യപ്പൻ എതിർപ്പോടുകൂടി പറഞ്ഞത് ഇവിടെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട. അതിന്റെ അർത്ഥം എന്താ? ശ്രീനാരായണ ഗുരുവിന്റെ വിവക്ഷ ജാതിയില്ല, മതമില്ല, ദൈവമില്ല എന്നുള്ളത് തന്നെയായിരുന്നു. എല്ലാം തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വീണ്ടും എനിക്ക് രാഷ്ട്രീയമായി തന്നെ താങ്കളിലേക്ക് വരേണ്ടി വരുന്നത് താങ്കൾ ഒരു ഇടത് സഹയാത്രികൻ എന്ന നിലയിൽ കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ്. താങ്കൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതെല്ലാം താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ഹിന്ദുത്വയുമായി അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇതേ ചോദ്യം തന്നെയാണ് സുകുമാരൻ നായരും ചോദിച്ചത്. ഇത്തരം ചർച്ചകളും ഇത്തരം ചോദ്യങ്ങളും തിരുത്തലുകളും നടത്തണമെന്ന നിരീക്ഷണമോ നിർദ്ദേശമോ ഇടതുപക്ഷ നേതാക്കളടക്കം മറ്റു മത സാമുദായിക വിഭാഗങ്ങളിൽ നടത്തുമോ എന്നതാണ് അദ്ദേഹത്തിന്റെ സംശയം. മതപരമായ ആചാരങ്ങൾ ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ. മതപരമായ ആചാരങ്ങൾ ഇപ്പൊ ശബരിമല തീരുമാനിക്കുന്നത് ശബരിമല തന്ത്രിയാണ്, രാഷ്ട്രീയക്കാരൊന്നും അല്ല. പിന്നെ ഇവിടെ നേരത്തെ പറയുന്നത് കേട്ടു, ദേവസ്വം ബോർഡ് പണ്ട് മുതലേ ഉള്ളൂ, ഭരണസമിതി മാത്രമാണ് തീരുമാനിക്കുന്നത്. ആചാരക്രമങ്ങൾ ഗവൺമെന്റ് അല്ല തീരുമാനിക്കുന്നത്. ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരങ്ങളാണ്. ശബരിമല ശാസ്താവിന്റെ അച്ഛൻ സുകുമാരൻ നായർ പറഞ്ഞതിന് താങ്കൾ ശരിവെക്കുകയാണ്. ഇല്ലല്ല, ഒരിക്കലും അല്ല. സുകുമാരൻ നായർ പറഞ്ഞ അങ്ങേറ്റം തെറ്റാണ്. അമ്പലക്കാരെ കാര്യങ്ങൾ, ഇതിനകത്തുള്ള കാര്യങ്ങൾ രാഷ്ട്രീയക്കാർക്ക് അഭിപ്രായം പറയാൻ പാടില്ലെന്ന അഭിപ്രായത്തോട് യോജിപ്പില്ല. രാഷ്ട്രീയക്കാർക്ക് അഭിപ്രായം പറയാം. അതുകൊണ്ട് പക്ഷേ ഇടപെടേണ്ടതില്ല. ഇടപെടാൻ തീരുമാനിക്കുന്നത് അമ്പലക്കാരാണല്ലോ. ഈ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ശാസ്താംകോട്ട ഷർട്ട് ധരിക്കാൻ പാടില്ല തീരുമാനിച്ച അമ്പല കമ്മിറ്റിയാണ്. അത് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് പുരുഷൻ ഷർട്ട് ധരിച്ചു കൊണ്ട് കയറിയാൽ ക്ഷേത്രാചാരങ്ങൾക്ക് എന്ത് വിലക്ക് സംഭവിക്കും എന്ന് ഈ പറയുന്നവർ പറയണം.
ഞാൻ ഷർട്ട് ധരിച്ചുകൊണ്ട് അമ്പലത്തിൽ വരുന്നു. ഷർട്ട് ധരിച്ചുകൊണ്ട് വന്നാൽ അവിടുത്തെ ക്ഷേത്രത്തിന് എന്തെങ്കിലും വിഘ്നം ഉണ്ടോ? പിന്നെ ഇതൊരു പാറക്കല്ല് ഇല്ല പെരുന്തച്ഛനിൽ പറയുന്ന എന്തായാലും താങ്കൾ പറഞ്ഞതിൽ ഒരു ഈ ദേവസ്വം ബോർഡുകൾ ക്ഷേത്രങ്ങൾ നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് താങ്കൾ പറഞ്ഞതിൽ ഒരു സംശയമുണ്ട്. അങ്ങനെ സർക്കാർ എന്നാൽ ഒരു ഭരണസമിതി മാത്രമാണ്, ആചാരങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയം. അങ്ങനെയെങ്കിൽ ഈ ശബരിമല വിഷയമൊക്കെ വന്നപ്പോൾ കോടതിയിൽ സർക്കാർ കൊടുത്തത് അവിടുത്തെ ആചാരവുമായി ബന്ധപ്പെട്ട് തന്ത്രികളോ അല്ലെങ്കിൽ പുരോഹിതരോ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയായിരുന്നോ കോടതിയിൽ സമർപ്പിച്ചത് എന്നതിൽ എനിക്ക് സംശയമുണ്ട്. ഇല്ല, അവിടെ അങ്ങനെയല്ല പറഞ്ഞത്. സുപ്രീം കോടതി സ്ത്രീകളെ കയറ്റാമെന്ന് പറഞ്ഞ് നിയമം വന്നു. ആ നിയമം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ നിയമവുമായി ബന്ധപ്പെട്ടൊരു വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നിരുന്നല്ലോ. അവിടെ സർക്കാരിന്റെ സ്റ്റാൻഡ് എന്ത്, ഭരണസമിതിയുടെ സ്റ്റാൻഡ് എന്ത് എന്നതും പ്രസക്തമായിരുന്നല്ലോ. സർക്കാർ സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് സുപ്രീം കോടതി വിധിക്ക് ശേഷമല്ല ഞാൻ ചോദിച്ചത്, വിധിയിലേക്ക് അഫിഡവിറ്റിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കോൺഗ്രസ് കൊടുത്ത അഫിഡവിറ്റ് എന്റെ ഇരിപ്പുണ്ട്. ശാസ്താവ് നിത്യബ്രഹ്മചാരിയാണ്, അദ്ദേഹത്തിന്റെ ബ്രഹ്മചര്യം നശിക്കും. അങ്ങനെ ശാസ്താവിന് ഒരു പെൺകുട്ടി പ്രസാദേ ബ്രഹ്മചര്യം നശിക്കും എന്ന് പറഞ്ഞാൽ അതെന്തൊരു ദൈവമാ. ഈ ശാസ്താവ് ശാസ്ത്രപ്രസാദ് അച്ഛൻ കോയിൽ വന്നിട്ടുണ്ടോ? ഇടവും മലവും രണ്ട് സ്ത്രീകളുമായിട്ടിരിക്കുന്ന വിഗ്രഹമാണ്. സ്വദേശിയാണ്, ഞാൻ സ്വദേശിയാണ്, ഞാൻ ശ്രീജിത്തൻ ബത്തല. അതുകൊണ്ട് നമ്മളെ അയ്യപ്പൻ എന്താണെന്ന് നിങ്ങൾ പഠിപ്പിക്കല്ലേ. അല്ല, ശാസ്താവിന്റെ മറ്റൊരു രൂപമാണ്. അപ്പൊ അവിടെ ഇരിക്കുന്നത് അവിടെ സ്ത്രീകളുമായിട്ടിരിക്കുന്ന ശാസ്താവാണ് അച്ചൻകോവിൽ ക്ഷേത്രത്തിലുള്ളത്. ശബരിമലയിൽ നേരെ തിരിച്ചാണ്. എന്തായാലും ശ്രീ ഷാബു പ്രസാദ്, നമ്മൾ ഈ വിഷയത്തെ ഒരല്പം രാഷ്ട്രീയ തലത്തിൽ കൊണ്ടുകൂടി ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സണ്ണി കബിക്കാട് ഇപ്പോൾ കട്ടാണ്. അദ്ദേഹത്തിന്റെ മറുപടി സ്വാഭാവികമായും അദ്ദേഹം ജോയിൻ ചെയ്യുമ്പോൾ ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശം പൊതുവെ യെസ് അദ്ദേഹത്തിന് കേൾക്കാം. അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് മറുപടി പറയാമോ? എങ്കിൽ എനിക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അദ്ദേഹം ഉണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്കാണ് പ്രശ്നം. ശ്രീ ഷാബു പ്രസാദ്, ഒരു കാര്യം, അദ്ദേഹം പറയുന്നത് ഇത് എല്ലാവരും ശത്രുവിനോ എന്ന് പറഞ്ഞു. അപ്പോൾ വിവേചനമില്ല എന്ന സംഭവമാണ് പറഞ്ഞത്. അതിന് രേഖകളില്ല, ഇങ്ങനെയൊന്നും അല്ല നടന്നത് എന്നൊരു ജനറൽ സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പി കൃഷ്ണപിള്ളയുടെ ആത്മകഥയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഗുരുവായൂർ കയറി അദ്ദേഹം മണിയടിച്ചപ്പോ വേറെ കുറെ നായന്മാർ വന്ന് പുള്ളിയെ തല്ലുന്നുണ്ട്. പുള്ളി പറഞ്ഞു, അന്തസ്സുള്ള നായർ മണിയടിച്ചു തൊഴും, അല്ലനാക്കി നായര് പുറത്തടിക്കും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളല്ലാതെ നമ്മൾ ഉണ്ടാക്കി പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഗുരു സനാതനം എന്ന വാക്ക് ഉപയോഗിച്ചത് നിങ്ങൾ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല അത് ഉപയോഗിക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യമാണോ? നിങ്ങൾ പറയുന്നത് കേൾക്കൂ, എന്നിട്ട് അഭിപ്രായം പറ. അതല്ല നിങ്ങളിങ്ങനെ വെറുതെ ചിരിച്ചു തള്ളരുതേ. നിങ്ങൾ പറയുന്നൊരു കാര്യമാണല്ലോ, ശുദ്ധ വിഡിത. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അതായത് മാറ്റമില്ലാതെ എന്തായാലും ചിരി വന്നാൽ ചിരിക്കണമെങ്കിൽ നിങ്ങൾ വേറെ വല്ല പണിയും പോയി നോക്കണം. അതല്ല പറയുന്നത്. മാറ്റമില്ലാതെ ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നത് മാറ്റമില്ലാതെ തുടരേണ്ട ഒരു തത്വമാണെന്നാണ് ഗുരു പറയുന്ന അർത്ഥം. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ മനസ്സിലാവുന്നില്ല. അവിടെ എല്ലാവരെയും ചേർക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജാതിക്കതീതമായി ഒരുമിച്ച് വരണം എന്നാ ഗുരു ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് ഗുരുവിന്റെ കുറ്റമല്ല, പ്രശ്നമല്ല, അത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ധർമ്മത്തെ ന്യായീകരിക്കുന്ന ധർമ്മമാണ് ഗുരു പറഞ്ഞെന്നാണ്. അതല്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവേകമാണ് നിങ്ങൾ കാണിക്കേണ്ടതെന്നാണ് എനിക്ക് പിടിക്കപ്പെട്ട് ഉരുളുക എന്നുള്ളത് മാത്രമേ മാർഗം. എന്താണ് ഉരുളുന്നത്? ഇതിനകത്ത് ഒരു ജാതി, എന്റെ സനാതന ധർമ്മത്തിന്റെ ഡെഫിനിഷൻ വേറെയാണെന്ന് ഗുരു ഇവിടെ പറഞ്ഞേ. അതിന്റെ റെഫറൻസ് ഒന്ന് പറഞ്ഞു കേട്ടെ. നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല എന്റെ സനാതന ധർമ്മം എന്ന് പറഞ്ഞ എവിടെയാന്ന് പറയൂ. ഒരു ജാതി, ഒരു പറയുന്നുണ്ടല്ലോ ഇന്ത്യയിലെ. ഞാൻ പറയാം, നിങ്ങൾ അനുവദിക്കൂ. അദ്ദേഹം സന്യാസത്തെ കുറിച്ച് പറയുമ്പോ എന്താ പറഞ്ഞത്? ഹിന്ദു രാജാക്കന്മാർ അവർ സ്മൃതികൾ അനുസരിച്ച് ഭരിക്കുന്നവരാണല്ലോ, അവർ ശംഭുകന്റെ തല എരിഞ്ഞു കളഞ്ഞത്. ഇതെന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദു ധർമ്മം, ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയട്ടെ, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂ.
സണ്ണി കബിക്കാട് പറഞ്ഞത് നുണ. അത് ഏതാ നുണ? സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് 2 കോട്ട് ഞാൻ പറഞ്ഞു. കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. കേരള കൗമുദി 1925 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ ഫൗണ്ടർ ആയിട്ടുള്ള ശ്രീ കുഞ്ഞിരാമനാണ് ആ ഡിബേറ്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. 2 വർഷം മുമ്പ് കേരള കൗമുദി അത് വീണ്ടും പ്രസിദ്ധീകരിച്ചു. അപ്പോൾ മറ്റൊരു ലേഖനത്തിൽ കേരള കൗമുദി തന്നെ പറഞ്ഞിരിക്കുന്ന ഇതിൽ എവിടെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല എന്റെ സനാതന ധർമ്മം എന്ന് പറഞ്ഞിട്ട് ഗുരു വേറൊരു സനാതന ധർമ്മമാണ് ഞാൻ പറയുന്നത് എന്നുള്ള താങ്കളുടെ റെഫറൻസ് ഇവിടെ ഉരുളരുത്. അങ്ങനെ നോക്കിയാൽ ഒരു സെക്കൻഡ് അങ്ങ് ഞാൻ സംസാരിച്ചപ്പോ ഉപയോഗിക്കുന്നത്. അപ്പൊ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് ഏത് സനാതന ധർമ്മം? ഉദയനിധി സ്റ്റാലിന്റെ സനാതന ധർമ്മമാണോ? അതോ ഗുരുവിന്റെ സനാതന ധർമ്മമാണോ? അതോ കബിക്കാടിന്റെ സനാതന ധർമ്മമാണോ? അതോ എന്റെയാണോ? എന്താ പറഞ്ഞത്? സനാതന ധർമ്മം ഒരു മാറാരോഗം പോലെ ഇന്ത്യയെ ബാധിച്ചൊരു കാര്യമാണ്. അത് തുടച്ചു നീക്കണം അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതാരുടെ സനാതന ധർമ്മം? അതാരുടെ സനാതന ധർമ്മം? ഉദയനിധിയുടെയോ? അദ്ദേഹം അവകാശപ്പെട്ടില്ലല്ലോ ഗുരുവിന്റേതാണെന്ന്. അല്ല, അത് ഉദയനിധിയുടെ ധർമ്മത്തിന് വേണ്ടി നിന്ന ഒരാളാണെന്ന് സ്ഥാപിക്കാൻ പറ്റും. അല്ലല്ല, ഒരു സെക്കൻഡ്. സനാതന ധർമ്മത്തിനെ കുറിച്ചാണ് ഗുരു പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ ഉദയനിധി സ്റ്റാലിന്റേത് മാത്രമായിട്ടുള്ള സനാതന ധർമ്മത്തിനെ കുറിച്ചാണോ അദ്ദേഹം പറഞ്ഞതെന്നാണ് എന്റെ ചോദ്യം. ഉദയഗിരി സ്റ്റാലിന്റേത് പെരിയോറിന്റെ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ഒരു വാദമാണ്. സനാതന ധർമ്മം ഈ പെരിയോറിന്റെ തലയ്ക്ക് വട്ടാണ്. അയാളെ മാനസിക നിലയത്തിൽ അടയ്ക്കണമെന്ന് നമ്മുടെ പെരിയോറിന്റെ തല പിളർക്കാൻ വേണ്ടി ശത്രുസംഹാര ഹോമം നടത്തിയവരാണല്ലോ വൈക്കത്തെ. അതൊക്കെ വിട്. ബ്രാഹ്മണരെ തലയ്ക്ക് വട്ടാണെന്നും അയാളെ മെന്റൽ അസൈലത്തിൽ കൊണ്ടുപോയി പാർപ്പിക്കണമെന്നും പറഞ്ഞ് കാമരാജിന് കത്തയച്ചയാളാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അത് താങ്കൾക്കറിയോ? ഈ ബ്രാഹ്മണ വിരോധം പറഞ്ഞു നടക്കുന്ന ഇയാളുടെ തലയ്ക്ക് വട്ടാണ് എന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയ ആളാണ്. എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ? നെഹ്റു പറഞ്ഞത് പെരിയോറിന് ഭ്രാന്തായിരുന്നു. അതാണോ നിങ്ങൾ പറഞ്ഞത്? നെഹ്റു പറയുന്നത് ഈ ഹിന്ദു വിരോധം പറയുന്ന, ഈ സനാതന ധർമ്മ വിരോധം പറയുന്ന, ഈ ബ്രാഹ്മണരെ കൊല്ലണമെന്ന് പറയുന്ന പെരിയാറിന്റെ തലയ്ക്ക് വട്ടാണ് എന്നും അയാളെ മെന്റൽ അസൈലത്തിൽ അടയ്ക്കണമെന്നും പറഞ്ഞ് തമിഴ്നാട് മദ്രാസ് പ്രസിഡൻസി അന്നത്തെ മുഖ്യമന്ത്രി കെ കാമരാജിന് കത്തയച്ചയാളാണ് നെഹ്റു. അദ്ദേഹത്തിന്റെ കളക്ടഡ് വർക്സിൽ ഉണ്ട് ആ കത്ത്. പി കൃഷ്ണപിള്ള പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ, പി കൃഷ്ണപിള്ള പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിച്ച് ഈ ചർച്ചയിൽ പറയാമെങ്കിൽ, ജവഹർലാൽ നെഹ്റു പറയുന്നത് എനിക്കും ഈ ചർച്ചയിൽ വിശ്വസിച്ച് പറയാൻ പറ്റും. പിന്നത്തെ പ്രശ്നം ഈ ബ്രാഹ്മണ വിമർശനം നിങ്ങൾ പറയുന്ന നുണയാണ് ഞാൻ പറഞ്ഞത്. ഗുരുവിന്റെ സനാതന ധർമ്മം. ഞാൻ ഒരു കാര്യം പറയാം. വേദാന്ത സൂത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതി ഗുരുവിൻ്റെതായിട്ടുണ്ട്. അതിന്റെ അവസാനം ഗുരു പറയുന്നത് തസ്മാ തസ്യ സത്വാച്ച എന്നാണ്. അതായത് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് യാതൊന്നിനും നിലനിൽപ്പില്ല, സർവം ബ്രഹ്മമയം. ഇത് സനാതന ധർമ്മമാണ്. അല്ലെന്ന് സണ്ണി കവിക്കാട് പറയുമോ? അതാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ദൈവം. നിങ്ങൾ പറയും കാരണം അതാണ് നിങ്ങളുടെ രീതി. പക്ഷെ ഞാൻ പറയുന്നത് ഗുരു നിങ്ങൾ സനാതന ധർമ്മം അല്ല എന്റെ സനാതന ധർമ്മം എന്ന് പറഞ്ഞത് എവിടെയാണ്? ഹേ, അത് പറയൂ ആദ്യം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് പറഞ്ഞല്ലോ. ഈ ഹിന്ദു ഞാൻ നുണയൊന്നും പറഞ്ഞില്ല. ഞാൻ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ട് വ്യക്തമായും ഗുരുവിന്റെ അഭിപ്രായം പറഞ്ഞത് നിങ്ങൾ കേൾക്കാൻ തയ്യാറല്ല. നിങ്ങളാണ് കേൾക്കാൻ തയ്യാറാകാത്തത്. നിങ്ങൾ പെട്ടുപോയി എന്ന് നിങ്ങൾക്ക് മനസ്സിലായപ്പോ ഞാൻ പറഞ്ഞ ഒരു കാര്യം പെട്ടിട്ടില്ല. ഇന്ത്യയിലെ രാജാക്കന്മാർ, സത്യത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ യാതൊരു മതത്തിനും നിലനിൽക്കാൻ കഴിയില്ല എന്നാണ്. യാതൊരു മതത്തിനും സനാതനമല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്നാണ് ഒരു ആത്യന്തിക സത്യത്തിൽ വിശ്വസിക്കാതെ ഏത് മതമാണ് നിൽക്കുന്നത്? അത് സത്യമല്ല. നിങ്ങൾ ഇങ്ങനെ വെറുതെ നുണ പറയരുത് ശ്രീ സണ്ണി കവിക്കാട്. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഉത്തരം പറയൂ. നിങ്ങൾ സനാതന ധർമ്മമല്ല. നിങ്ങൾ പറഞ്ഞതിന്റെ റെഫറൻസ് എവിടെ എന്നുള്ളതാണ് ഭരിക്കുന്നവരാണല്ലോ. ചർച്ച നടത്തിയ കേരള അവർ ശംഭുവിന്റെ തല എരിഞ്ഞല്ലോ എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ അങ്ങനെയാ.
ശ്രീജിത്ത് നിങ്ങൾ എന്തിനാണ് ഒരിടത്ത് പിടിച്ചു നിർത്തുമ്പോൾ ഗുരു ഇതിന്റെ ആളാണെന്നാണ് ഇതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ ഒന്നും പറയാനില്ല. ഈ ചർച്ച കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഉരുളുകയാണെന്ന് നന്നായി മനസ്സിലാകും. നിങ്ങൾക്ക് മാത്രമേ അത് മനസ്സിലാകാത്തുള്ളൂ. നിങ്ങളാണ് കാര്യങ്ങൾ കേൾക്കാത്തത്, നിങ്ങളാണ് നിങ്ങൾ പറഞ്ഞു എന്നും ഗുരു പറഞ്ഞ സനാതന ധർമ്മവാദികളെ തള്ളി പറയുന്ന നിങ്ങൾ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെയാ വിശ്വസിക്കുന്നത്. നിങ്ങൾ തന്നെ പല കാര്യത്തിലും നെഹ്റുവിനെ കോട്ട് ചെയ്യുന്നുണ്ട്. കൃഷ്ണപിള്ളയെ നിങ്ങൾ എത്ര സനാതന ധർമ്മ ഈ ബ്രാഹ്മണരെ വിമർശിക്കുന്നവരും ഭ്രാന്താന്ന് പറയുന്നത് നിങ്ങളോട് സംസാരിക്കുന്നതിൽ വലിയ ഞാനല്ല, നെഹ്റുവാ പറഞ്ഞത്. നെഹ്റു അങ്ങനെ ബ്രാഹ്മണരെ കൂട്ടക്കൊല ചെയ്യണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. പെരിയാർ ആഹ്വാനം ചെയ്തത് ബ്രാഹ്മണരെ കൂട്ടക്കൊല ചെയ്യണമെന്ന്. ഇത് കേട്ട സമയത്ത് കാമരാജിന് കത്തയച്ചിട്ട് പറഞ്ഞു നടപടിയെടുക്കാമെന്ന് കാമരാജ് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഇതേ പ്രസ്താവന ആവർത്തിച്ചപ്പോഴാണ് നെഹ്റു വിശദമായിട്ട് ഒരു കത്ത് എഴുതിയിട്ട് പറയുന്നത്, ഞാൻ നേരത്തെയും നിങ്ങളോട് ഇത് പറഞ്ഞതാണ്, ഇയാളുടെ തലയ്ക്ക് വട്ടാണ്, ഇയാളെ മാനസിക ആരോഗ്യ ചികിത്സാ കേന്ദ്രത്തിൽ കൊണ്ടുപോയി അടച്ചിട്ട് അയാൾക്ക് ചികിത്സ കൊടുക്കണം, പെർവേർട്ടഡ് മൈൻഡ് ആണ് അയാളുടേതാണെന്ന് പറഞ്ഞത്. വികൃതമായ മനസ്സുള്ളവൻ എന്നാണ് പെരിയാറിനെ പറ്റി. തീർച്ചയായും നമുക്ക് ആ ഒരു തർക്കം എന്തായാലും കുറച്ച് സമയമായി ആ തർക്കത്തിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ വീണ്ടും ഇടപെടുകയാണ്. ഇവിടെ ഷാബു പ്രസാദ്, താങ്കൾ തന്നെ പറഞ്ഞ ഒരു യൂണിറ്റി, അതായത് ഹൈന്ദവ ഏകീകരണമോ അല്ലെങ്കിൽ ഹൈന്ദവ യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ പോലും അതിനെല്ലാം തടസ്സമാകുന്ന അല്ലെങ്കിൽ അതിന് വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഇത് പോകുന്നില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ സനാതന വിഷയം ചർച്ച ചെയ്യുമ്പോൾ അടക്കം അതിന്റെ രാഷ്ട്രീയ നേട്ടം ആർക്ക് എന്നത് സംബന്ധിച്ച സംശയങ്ങൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അതുകൊണ്ടാണ് ചില നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്ന നിലയിലൊക്കെ വിലയിരുത്തപ്പെട്ടിരുന്നു ചർച്ചയിൽ. ഇന്ന് നമ്മൾ ആ ചർച്ചയിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അത് അതിഥികൾ തമ്മിലുള്ള ഒരു തർക്കത്തിന്റെ ഭാഗമായാണ്. എന്തായാലും പ്രേക്ഷകർ ഈ ഓൺലൈനിലടക്കം ഇതിൽ വ്യക്തത വരുത്തണമെന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ അവരെ കൂടി മാനിച്ചുകൊണ്ടാണ് ഞാൻ ഇടപെടാതിരുന്നത്. പക്ഷേ നമുക്ക് ചർച്ച പൂർണ്ണമായും അതിലേക്ക് പോകാൻ പറ്റില്ല. ഇതിപ്പോൾ നോക്കൂ, ഇവിടെ ശിവഗിരിക്ക് എതിരായ വിമർശനം ഉന്നയിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും ഒരു ചേരിതിരിവിന്റെ വിഭാഗീയതയുടെ പാതയിലേക്ക് പോവുകയല്ലേ ഹൈന്ദവ വിഭാഗത്തിലെ രണ്ട് വിഭാഗങ്ങളെങ്കിലും? ഇല്ല, തീർച്ചയായിട്ടും. കാര്യം എനിക്ക് അതിൻ്റെ അകത്ത് ആശങ്കയുണ്ട്. കാര്യം ഈ NSSഉം SNDP അല്ലെങ്കിൽ രണ്ട് പ്രബലമായ രണ്ട് വിഭാഗങ്ങൾ അങ്ങനെ ഒരു വിയോജിപ്പുകളാകാം, അഭിപ്രായങ്ങളാകാം, അഭിപ്രായ വ്യത്യാസങ്ങളാകാം, ആരോഗ്യകരമായ ചർച്ചകളാകാം. അതല്ലാതെ അതൊരു ശത്രുതയിലേക്കും അല്ലെങ്കിൽ ഒരു ആ രീതിയിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ആ ഒരു നിലപാട് തന്നെയാണ് എനിക്കുള്ളത്. പിന്നെ ഇവിടെ ശ്രീ ബലദേവ് പറഞ്ഞ ഇവിടെ അല്ല, ഞാൻ താങ്കൾക്കുള്ള മറുപടിയാണ് പറയുന്നത്. എനിക്കത് അറിയണമായിരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സംശയം കൂടി, അദ്ദേഹത്തിന്റെ സംശയം അല്ല, ഒറ്റ വാചകമേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ഒരു പുസ്തകത്തിലും ഇല്ലാത്ത ഒരു വാചകം, അതിന് നിർവചനവുമില്ല, ശാശ്വതമായ ഒരു രീതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് പലരും കൊണ്ടുവന്ന് അവരുടേതായ വിവക്ഷയിൽ കാണുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് യാതൊരു വിധമായ ശാശ്വതമായ ഒരു രീതി എന്നുള്ളതല്ലാതെ ഒരർത്ഥമില്ല. ഈ പറയുന്നതിനകത്ത് യാതൊരു കാര്യങ്ങളും ഉള്ളതല്ല. അത് പലരും എടുത്ത് പല രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഹിന്ദുക്കളുടെ പ്രസ്താക്കളുടെ അല്ല, പ്രത്യേകിച്ച് ഒരു സമുദായത്തിന്റെ അല്ല, അതൊരു മതത്തിൻ്റെതുമല്ല. ഓക്കെ, ഇനി അവിടെ ഇനി ആയിക്കട്ടെ. ഇനി ശ്രീ ബലദേവ് ആദ്യം പറഞ്ഞ കുറച്ച് വാദങ്ങളുണ്ടല്ലോ. അതായത് ഈ യഥാർത്ഥ ഈശ്വര വിശ്വാസിക്ക് അമ്പലത്തിന്റെ ആവശ്യമൊന്നുമില്ല, ദൈവം സർവ്വവ്യാപിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. ശ്രീ ബലദേവ്, ഇവിടെ ഏറ്റവും വലിയ അദ്വൈതവാദിയായിരുന്ന അദ്വൈത സിദ്ധാന്തത്തിന്റെ ശങ്കരാചാര്യരാണ് ഏറ്റവും മനോഹരമായ രീതിയിലുള്ള ദേവീസ്തുതികളും ദേവസ്തുതികളും എല്ലാം രചിച്ചിട്ടുള്ളത്. നിങ്ങൾ ശബരിമല പോയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾ ശബരിമല പോയിട്ടുണ്ടാവും. ആ 18-ാം പടി കയറി ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്, തത്വമസി എന്ന് എഴുതിയിട്ടുണ്ട്. തത് ത്വം അസി, അത് നീയാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഒരു വിശ്വാസിയായ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കൺഫ്യൂഷനേ അല്ല ബലദേവ്. നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ആന്തരാർത്ഥത്തിൽ അല്ലെങ്കിൽ ആ രീതിയിൽ അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ. തത്വമസി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നീയാകുന്നു എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെന്തിനാപ്പ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വന്നത് എന്ന ചോദ്യം വരുന്നത് ആ രീതിയിലുള്ള അങ്ങനെയുള്ള സംശയങ്ങളുള്ളതുകൊണ്ടും താങ്കൾക്ക് അതിൻ്റെ അകത്ത് അറിവില്ലാത്തത് കൊണ്ടുമാണ് യഥാർത്ഥ. എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസിക്ക്, ഒരു യഥാർത്ഥ ഭക്തന് അവിടെ ആ 18-ാം പടി കയറി ചെല്ലുമ്പോൾ അത്
ടാഗോറിനെ നിർത്തേണ്ട കാര്യമില്ല, ഒന്നുമില്ല. മഹാന്മാരെ എനിക്ക് ഒരു ചോദ്യം എനിക്കത് ഇറങ്ങണമായിരുന്നു. സോറി. എന്തായാലും നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമുണ്ട്. വളരെ ലളിതമായ ചോദ്യം, ഓക്കെ, വളരെ ലളിതമായ ചോദിക്കൂ, ചോദ്യം. ചോദിക്കൂ. ചോദിക്കട്ടെ, താങ്കൾ സുവർണക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുതിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. അവിടെ ചെല്ലുന്ന സമയത്ത് അകത്തേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് വെറുതെ അങ്ങ് കയറി പോകാൻ പറ്റുമായിരുന്നോ, അതോ അവിടെ നിന്ന് താങ്കൾക്ക് ഒരു ഞാൻ അകത്ത് കയറിയില്ല, പുറത്ത് നിന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് കയറാൻ പറ്റാഞ്ഞത്? പോയില്ല, എനിക്ക് ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ട്. അപ്പൊ അവിടെ കയറണമെങ്കിൽ എന്താ ഉള്ളത് അവിടെ? എനിക്കറിയില്ല, ഞാൻ കയറിയില്ല, പുറത്ത് നിന്നത്. കയറണമെങ്കിൽ അവിടെ പുരുഷന്മാർക്കാണെങ്കിലും തല മറയ്ക്കണമെന്നറിയോ? അതൊരു തുണി വാങ്ങിച്ചോട്ടെ, ഞാൻ കയറിയില്ല ക്ഷേത്രം. ശരി, താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല എന്നുള്ളത്. നമ്മൾ പറയുന്ന സമയത്ത് താങ്കൾ അടക്കം ചർച്ചകളിൽ പറയുന്നതാണ് നമ്മുടെ രാജ്യത്തെ ഫെഡറൽ സിസ്റ്റം. ഫെഡറൽ എന്ന് നമ്മുടെ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ടോ? നമ്മുടെ പ്രിയാമ്പിളിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഫെഡറൽ. നമ്മുടെ ഭരണഘടനയിൽ ഫെഡറൽ എന്നുള്ള വാക്കില്ല. ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് ഇല്ല, അല്ലല്ല, ഞാൻ ചോദിക്കാം, അല്ലെ ഇനി വ്യാഖ്യാനിക്കരുത്. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. താങ്കൾ ചോദിച്ച സനാതനം എന്നുള്ള വാക്കുണ്ടോ എന്നാണ്. ഫെഡറൽ എന്നുള്ള വാക്കുണ്ടോ? അങ്ങനെ ഒരു വാക്കില്ല. ഇനി ഞാൻ ചോദിക്കുന്നു, പുസ്തകത്തിൽ എഴുതിയിട്ടില്ല ഈ ആചാരങ്ങൾ. പുസ്തകത്തിൽ എഴുതിയാൽ താങ്കൾ അംഗീകരിക്കുമോ? ഏത് പുസ്തകത്തില്ല? പുസ്തകത്തിൽ എഴുതിയാൽ താങ്കളുടെ വാദം പുസ്തകത്തിൽ ഇല്ലാത്തത് കൊണ്ട് പുസ്തകത്തിൽ ഇല്ല. ഞാൻ പറഞ്ഞ അങ്ങനെ ശ്രീത്തെ, ഞാൻ പറഞ്ഞത് ഈ സനാതന ധർമ്മം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ നമ്മൾ വിശ്വസിക്കുന്ന ക്ഷേത്ര ആചാരം, അതായത് ക്ഷേത്രത്തിൽ താങ്കൾ പറഞ്ഞത് ഓരോ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടല്ല, ഷർട്ട് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആചാരത്തിനെ കുറിച്ച് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന് താങ്കൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കാമെന്നാണ് താങ്കൾ പറയുന്നത്, അതോ അല്ലയോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അഡ്മിറ്റ് ചെയ്തു. ഓരോ ക്ഷേത്രങ്ങളിൽ അതാത് തന്ത്രിമാരും പൂജാരിമാരും അവിടുത്തെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കും. എന്റെ ചോദ്യം അതല്ല, എന്റെ ചോദ്യം ഏത് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കുമോ ഇല്ലയോ? എവിടെ പറയുന്നു ക്ഷേത്രങ്ങൾ? ഏത് ക്ഷേത്രത്തിൽ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് 10 വർഷം മറുപടി പറയാം. അല്ല, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കയറി? അല്ലല്ല, എന്റെ ചോദ്യം പുസ്തകത്തിൽ പറയുന്നതാണോ ചെയ്യാവുന്നത് എന്നാണ് എന്റെ ചോദ്യം. മറ്റൊരു മതത്തിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, അത് മാറി മാറി പോകുന്നുണ്ടല്ലോ. എന്റെ ചോദ്യം ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ നിലപാട് എന്താണ്? ഞാൻ തുടക്കത്തിലേ പറഞ്ഞു സീറ്റ്, ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ നിലപാട് എന്താണ്? ഹിജാബ് മാൻഡേറ്ററി ആയിട്ട് പറയുന്നു. അല്ല, മുസ്ലിങ്ങളുടെ 5 ആചാരങ്ങളിൽ വരുന്നതല്ല ഹിജാബ്. അപ്പൊ ധരിക്കണ്ട. പങ്കെടുത്ത ചർച്ചകളിൽ അങ്ങനെ ആയിരുന്നില്ല താങ്കളുടെ? അവരുടെ ഇഷ്ടമാണ്, അത് അവരുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ ഹിജാബുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നമ്മൾ പങ്കെടുത്തപ്പോൾ അങ്ങയുടെ നിലപാട് ഇതായിരുന്നില്ല. അല്ലല്ല, ഞാൻ വ്യക്തമായിരുന്നു. എനിക്ക് വ്യക്തം. ഞാൻ ഉദാഹരണം പറഞ്ഞില്ല, അബുദാബിയിൽ ചെന്നപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ശരീരം പരിപൂർണമായി മറയ്ക്കേണ്ട, മുഖമൊഴിച്ച് അവരുടെ ആചാരമാണത്. അപ്പൊ പറ്റില്ല. ഞാനതിനെതിരല്ലോ, ഞാനതിനെതിരല്ല. പക്ഷെ അത് സനാതനമെന്നുള്ള വാക്കില്ല ഇവിടെ, ആചാരങ്ങളെ പറ്റി എഴുതി വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് അത് ഇത് എല്ലാ കാലാകാലങ്ങളിൽ ഓരോരുത്തർ കൊണ്ടുവരുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഇപ്പോഴും സ്റ്റാൻഡ് കാലാകാലങ്ങളിൽ ഓരോ അമ്പലങ്ങളിൽ എന്റെ ക്ഷേത്രമാണല്ലോ ശാസ്താംകോട്ട. ഞാൻ കയറാൻ പാടില്ല. അതാണ് നമ്മുടെ ചർച്ച. ഇല്ല, ധരിക്കുന്നവർക്ക് അവരും ഇഷ്ടമാണ്, അങ്ങനെ കയറാം അല്ലെങ്കിൽ കയറണ്ട. പക്ഷെ ഇത് ഓരോ അങ്ങനെയാണെങ്കിൽ സുവർണക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ആൾക്കാർക്കും വേണമെങ്കിൽ തലയിൽ ഇത് വെച്ച് കയറണം. ഇല്ല, അത് ആചാരമാണത്, അവിടുത്തെ ആചാരമാണത്. അല്ല, സുവർണ ക്ഷേത്രത്തിൽ പണ്ട് മുതൽ ഈ ആചാരമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇന്നലെ വരെ ഞാൻ പറയുന്നത്, ഒരു സെക്കൻഡ്, ഇന്നലെ വരെ ഷർട്ട് ധരിക്കാമായിരുന്നു. എല്ലാവരോടുമായി നമ്മുടെ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. എന്തായാലും ഈ ചർച്ച ഇത്രയും നേരം പോകുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അഭിപ്രായങ്ങളിലും എല്ലാവരും സഭ്യത പുലർത്തിക്കൊണ്ട് എല്ലാവരും പരസ്പര ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് എന്നതാണ് ഏറ്റവും സന്തോഷകരമാകുന്ന ഒന്ന്. എന്തായാലും സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ ആ പരസ്പര ബഹുമാനവും അത്തരം ചർച്ചകളും ആരോഗ്യപരമായ ചർച്ചകളും ഒക്കെ എല്ലാവരും സ്വാഗതം ചെയ്യേണ്ട ഒന്നാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രൈം ഡിബേറ്റ് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി. സമയപരിമിതി മൂലമാണ് അവസാനിപ്പിക്കുന്നത്. ഓൺലൈൻ വഴി രാഷ്ട്രീയക്കാർക്ക് അഭിപ്രായം പറയാമോ മതപരമായ വിഷയങ്ങളിൽ എന്ന ചോദ്യം ആണ് ചോദിച്ചത്. അതിന് യെസ് എന്ന് മറുപടി നൽകിയത് 26% മാത്രം പ്രേക്ഷകരാണ്. 69% പ്രേക്ഷകരും ഈ രാഷ്ട്രീയക്കാർ
മതാചാരവുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ പറയേണ്ട എന്നാണ് ഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെട്ടത്. 5% ആളുകൾ മാത്രം അഭിപ്രായം ഒന്നും രേഖപ്പെടുത്തിയിട്ടുമില്ല. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.